ആയിട്ട് പിന്നീട് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ നേരത്ത് കേട്ടോ. താങ്ക് യു. സാറ് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ നമസ്കാരം. അതുപോലൊക്കെ ന്യൂ ഇയർ ആശംസകളും ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്, ഒരിക്കൽ കൂടി നേരുന്നു. പിന്നെ ഇത് 30 വർഷമായി തുടങ്ങിയിട്ട് എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഒരു പ്രതികൂലങ്ങൾ, എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും ഓരോ മാസവും ഇത് നമ്മളിത് കൊണ്ടുപോകുന്നത്. ഇതുപോലെ അനേകം 30 വർഷങ്ങൾ പോകട്ടെ ഈ മലയാളം സൊസൈറ്റിയുടെ ആൾക്കാർക്കും അതിൻ്റെ നടത്തിപ്പിക്കുമെന്ന് ഒരിക്കൽ കൂടി ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നത്തെ സബ്ജക്റ്റ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷെങ്കിൽ ഞാൻ ഒരു എനിക്കൊരു പ്രയാസമുണ്ട്. പക്ഷെ എനിക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. ഞാൻ സെക്രട്ടറി ജോർജ് സാറിനോട് നേരത്തെ അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് പോകണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാമാണ്. അതിന് പോയേ എനിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കയറിയിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. ഇനി അടുത്ത മാസം മാർച്ച് 10-ാം തീയതി, മാർച്ച് 8-ാം തീയതി സെയിം ആണെന്ന് തോന്നുന്നു. എന്നാൽ എല്ലാവർക്കും സ്വാഗതം. എല്ലാ നന്മകളും നേരുന്നു. എല്ലാം ഭംഗിയായിട്ട് ഭവിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് 1-2 അനൗൺസ്മെന്റ് ആണ്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ മലയാളം സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മണി കരോട്ടിനെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം കുറച്ചുകൂടെ ഉന്മേഷവാനായിട്ടാണ് കണ്ടത്. വളരെ സന്തോഷമായിരുന്നു. അതിന് ഒരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ, എല്ലാവർക്കും അറിയാവുന്നതാണ്, അമേരിക്കയിലെ ആധുനിക മലയാള സാഹിത്യ ചരിത്രം എന്ന ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഇതിൻ്റെ പേര് ഹിസ്റ്ററി ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ ഇൻ അമേരിക്ക, ദ ലെഗസി ആൻഡ് ഫ്ലറിഷിംഗ് ഓഫ് ദ മലയാളം കമ്മ്യൂണിറ്റി. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ആ സർവ്വ ചെലവുകളും വഹിച്ചുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ നടത്തി ആണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3 കവിതകളാണ്: എൻ്റെ ഗ്രാമം, ജീർണിച്ച വീട്, രാക്ലിയുടെ ദിവാസ്വപ്നം. നമ്മുടെ മോഡറേറ്റർ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് പനോലി ആണ്. അദ്ദേഹത്തിനെ ആ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രൊഫസർ ഫിലിപ്പ് കല്ലട 3 കവിതകളാണ് അവതരിപ്പിക്കുന്നത്. കല്ലടത്രയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമുക്ക് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ മീറ്റിങ്ങിൽ നമുക്ക് പ്രസിദ്ധരായ പല കവികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാജു തോമസ് ന്യൂയോർക്കിൽ നിന്ന്, LC ശങ്കരത്തിൽ, അദ്ദേഹവും ഒരു കവയിത്രിയാണ്. സാഹിത്യകൃതികളും ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അവയെല്ലാം വളരെ കൂലങ്കഷമായി അദ്ദേഹം അവയെല്ലാം ചർച്ച ചെയ്യാറുണ്ട്, അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. പലപ്പോഴും അവ നമുക്ക് പലതരത്തിലുള്ള അറിവും വിജ്ഞാനവും നൽകാറുണ്ട്. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ 3 കവിതകൾ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒന്നാമത്തെ കവിത എൻ്റെ ഗ്രാമം, 2 ജീർണിച്ച വീട്,
3 രാക്ലിയുടെ ദിവാസ്വപ്നം. ഇവ മൂന്ന് പ്രതീകങ്ങൾ വഴിയായിട്ട് ഒരു ദാർശനികത അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. ഈ കവിതകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദാർശനികത അവ നമ്മൾ മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു സജഷനുള്ള, എല്ലാവരും മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സംസാരിക്കുന്നവർക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. എല്ലാവരും സ്വയം മ്യൂട്ട് ചെയ്യുക, സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. എക്സ്ക്യൂസ് മീ സാർ, എന്നെ കാണാമോ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പക്ഷെ മിസ്റ്റർ സുരേന്ദ്രൻ നായർ സാറ് കിട്ടുന്നില്ലല്ലോ. അദ്ദേഹം അതിന്റെ പിക്ചർ കാണുന്നില്ല, അദ്ദേഹത്തിന്റെ ഓഡിയോ മാത്രം കാണാം. അദ്ദേഹം ഫോൺ മാത്രം. അതെ, ഓഡിയോ കാണിച്ചാൽ നന്നായിരിക്കും കേട്ടോ. നമ്മള് വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കാണിച്ചാൽ എല്ലാവരും വീഡിയോ കാണിക്കണം, വീഡിയോ എനേബിൾ ചെയ്യണം, പക്ഷെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്യണം. അതുകൊണ്ട് പ്രൊഫസർ ഫിലിപ്പ് കല്ലടയെ അദ്ദേഹത്തിന്റെ കവിതകൾ അവതരിപ്പിക്കാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രൊഫസർ ഫിലിപ്പ് കല്ലട. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കേൾക്കാമല്ലോ? കേൾക്കാം. ഞാനിവിടെ 3 ലഘു കവിതകളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇത് 90കളിലും 2000-ലും 2012-ലും എഴുതിയതാണ്. 2012-13 കാലഘട്ടത്തിലാണ് ആദ്യത്തെ കവിതാ സമാഹാരം ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്. ഇത് 3ാമത്തെ കവിതാ സമാഹാരത്തിലൂടെ 2ഉം ആദ്യത്തേതിൽ 1ഉമാണ് ഈ കവിതകൾ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. അതിന് ലളിതമായ കവിതയാണ്. സാധാരണ ദ്രാവിഡ വൃത്തത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കവിതയുടെ ആശയത്തെക്കുറിച്ച് ഞാനിത് വായിച്ചിട്ട് ഞാൻ 1-2 ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് വായിക്കാം. 1ാമത്തെ കവിത, ഗ്രാമം. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമത്തിലൂടെ ഒരു നടപ്പ് നടന്ന കവിത ജോസഫ് നമ്പിമഠം നമ്മെ വായിച്ചു കേൾപ്പിച്ചു. നടക്കാനിറങ്ങിയ കവിത. ആ കവിതയിലെ പല അംശങ്ങളും ഈ കവിതയിൽ ഉണ്ടെന്ന് ഞാൻ പിന്നെ ഓർത്തപ്പോഴോ മനസ്സിലായത്. കാരണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെയാണ്. പള്ളിക്കുടം, ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അമ്പലം, ഗൾഫ് കാലം താമസിക്കുന്ന വീടുകളെ, കള്ള് ഷാപ്പ്, അവിടെയുള്ള അടിപിടി, ചായക്കട, ഇതെല്ലാം എല്ലായിടത്തുമുണ്ട്. ഇങ്ങനെയുള്ള വിവരണങ്ങളെക്കുറിച്ച് പറയുന്നത് ഇത് യഥാർത്ഥമായ വിവരണമാണ്. എൻ്റെ ഗ്രാമം കോട്ടയത്തിനടുത്തുള്ള പുതുപ്പള്ളി ഗ്രാമത്തിലെ 8ാം നമ്പർ, അന്ന് 8ാം നമ്പറായിരുന്നു, 60 കൊല്ലം മുൻപ് നമ്പർ ആയിട്ടുള്ള ആ വാർഡിലെ ഒരു കിഴക്ക് പടിഞ്ഞാറ് കിടക്കുന്ന പടിഞ്ഞാറേറ്റം മുതൽ കിഴക്കേറ്റം വരെയുള്ള സ്ഥലത്തെ ഏതാനും കാഴ്ചകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സത്യത്തിൽ ഇതിൻ്റെ ഒരു 10-20 വരി ഞാൻ വെട്ടിക്കുറച്ചാണ് നീളം കൂടിപ്പോയതുകൊണ്ട്. അപ്പോൾ ഇതൊന്ന് ചൊല്ലാം. ജീർണിച്ച വീട്. ഇത് പതിരില്ലാ ഗീതങ്ങൾ പറയുന്ന ഈ പുസ്തകത്തിലെ 1ാമത്തെ സംഗീതം. ശൈശവ ബാല്യങ്ങൾ പിന്നിട്ട ഗ്രാമത്തിൻ മോഹന ചിത്രങ്ങൾ എൻ മനസ്സിൽ മങ്ങാതെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു ചലനചിത്രരംഗങ്ങൾ പോലെ. ചൊൽക്കൊണ്ടപള്ളിതൻ പേരുള്ള ശാന്തമാം ഗ്രാമപഞ്ചായത്തിൻ പൂർവ്വദിക്കിൽ ചേരുമൂടെന്ന കടവു മുതൽ മേലെ വളർന്നു കിടക്കുന്നതെന്റെ ഗ്രാമം. പുഴചേരും കടവിനടുത്തായി വള്ളങ്ങൾ ചാണകം തൊണ്ടു മത്സ്യങ്ങളുമായി വ്യാപാരം ചെയ്യുന്ന ദൃശ്യം എൻ്റെ ഇളം കൗമാര മനസ്സിനടിയിലുണ്ട്. അന്നത്തെ കർക്കിടകത്തെ മാരി വെള്ളത്തിൽ കൈതപ്പാലം പോലും മുങ്ങിപ്പോകും. പട്ടണബന്ധം മുറിയും പല നാളും, ശകടങ്ങളൊന്നുമേ ഓടുകില്ല. അതിൻ്റെ മേലെ കര ഗുരുമന്ദിരം, ഗൾഫുകാർ വീടുകൾ ചുറ്റുമുണ്ട്. പുഴ തന്നന്തികം മൃഗങ്ങൾ കാതുര, ശാലയും പുൽത്തോട്ടക്കുന്നും കാണാം. പുഴ തന്നപ്പുറം കായ്കൾ തിങ്ങിയ പന്തൽ വിധാനിച്ച പാടമുണ്ട്. പാടുന്ന കിളിയുണ്ട്, പൂവിൻ മണമുണ്ട്, കുട്ടികളാപ്പിൻ ഘോഷമുണ്ട്. കിഴക്കേ കുന്നിൻ നെറുകയിൽ പള്ളിതൻ കുരിശേന്തി നിൽക്കും ഗോപുരം കാണാം. താഴ്വര ഷാപ്പിൽ പൂസായി കഥ ചൊല്ലി കരഞ്ഞു ചിരിക്കുന്ന നാട്ടാരുണ്ട്. കിഴക്കേ കവലയിൽ ഗ്രന്ഥാലയമുക്കിലായി ഉണ്ണിമാമന്റെ ചായക്കടയുണ്ട്. തൊഴിലില്ലാ യുവാക്കൾ കുത്തിയിരുന്നെന്നും
രാഷ്ട്രീയം പറയുന്ന പതിവുമുണ്ട്. 100 വയസ്സുള്ള ചേന്നൻ തോളത്ത് തേങ്ങയും താങ്ങിയെത്തിയിടുമ്പോൾ അവർ ബിജുമോനെത്തിയെന്ന് ചൊല്ലിടുമ്പോൾ ഉണ്ണിമാമനും ചിരിച്ചു പോകും. മധ്യാഹ്നമാകുമ്പോൾ കണ്ണാവിളിയുമായി അപ്പച്ചിയെത്തും കാപ്പി കുടിക്കാൻ. ഗ്രാമത്തിൻ വാർത്തയെ അറിയണമെങ്കിൽ നാം ചായക്കട പോണം സായങ്കാലം. സായന്തന സൂര്യൻ ചായുന്ന നേരം വഴിയെ കർഷകർ പോകുന്നുണ്ട്. അവരുടെ പേച്ചിൽ നേരുണ്ട്, നുണയുണ്ട്, വേദന വിളയുന്ന നന്മയുണ്ട്. പച്ച പുതച്ചു നിവർന്നു കിടക്കുന്ന പുന്നെല്ലിൻ പാടത്തിൻ മീതയെന്നും വെള്ളിച്ചിറകുമായി കൊറ്റിയും പ്രാക്കളും മന്ദം പറക്കുന്ന ചേലു കാണാം. പാറിപ്പറക്കുന്ന ചിത്രശലഭം പോൽ പാടശോല പോകും കുട്ടികളും. സൈക്കിളിൽ മണിയടിച്ചെന്നും ഓരോ കത്തുമായെത്തും പിള്ളേച്ചനും. അമ്മണി പശുവിനെ മേയ്ക്കുവാൻ പോകും തകിടിക്കുന്നിലെ വല്യമ്മായും. കുളവും കാവും തെങ്ങും തൊപ്പും തിങ്ങും എൻ്റെ ഗ്രാമം എത്ര രമ്യശ്രേഷ്ഠം. ഗതകാല സ്മൃതിയുടെ ചെപ്പിനുള്ളിൽ തുടികൊട്ടും ഗ്രാമമധുരവുമായി ഉലാത്താറുണ്ട് ഞാൻ ഇന്നുമെന്നും നിത്യഹരിതമാ ചിത്രങ്ങളിൽ. ഇതാണ് ഒന്നാമത്തെ കവിത. രണ്ടാമത്തെ കവിത ജീർണിച്ച വീട്. രണ്ടാമത്തെ കവിതയിൽ 2 ദർശനങ്ങളാണ് കൊടുക്കുന്നത്. ജീവിതം ഒരു കാളവണ്ടിയോടും ഉന്തുവണ്ടിയോടും ഒക്കെ സാദൃശ്യപ്പെടുത്തുന്ന കവിതകളൊക്കെ പല കവികളും എഴുതിയിട്ടുണ്ട്, നമുക്കൊക്കെ നല്ല പരിചയമാണ്. എന്നാൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലൊരു മനുഷ്യനുണ്ട്. നമ്മളെയൊക്കെ പുറമേ കണ്ട് നമ്മൾ ചിരിക്കുകയും സംസാരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യുന്നത് ഈ പുറമേയുള്ള മനുഷ്യനാണ്. ഉള്ളിലുള്ള മനുഷ്യനാണ് പുറമേയുള്ള മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ജീവിതവും. നമ്മുടെ വീടൊന്ന്, ആ വീട്ടിൽ വസിക്കുന്ന നമ്മളൊന്ന്. നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മൾ ഇടിഞ്ഞു പൊളിയാറായ വീട് നമ്മൾ തന്നെയാണ്. ആ വീടിനെക്കുറിച്ചും വീടിൻ്റെ ദർശനങ്ങളെക്കുറിച്ചും നമുക്ക് വീട് പുതുക്കി പണിത് നല്ല നിലയിലാകണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അതൊരിക്കലും സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാതെ പോകുന്ന എങ്കിലും നമുക്ക് മറ്റെവിടെയോ ഒരു വീടുണ്ടെന്നുള്ള വിശ്വാസമാണ് മുൻപോട്ട് നയിക്കുന്നത്. ജീർണിച്ച വീട്. ഇതിലെ ഒരു കവിതയാണ്, ഈ 14 ഗീതങ്ങളിലെ കവിതയാണ്. ഈ മൺവീട് വെച്ചിട്ടൊരുപാട് നാളായി, വർഷം ശരിക്കോർമ്മയില്ല. അതിനുശേഷം കേട് പോക്കുവാനൊന്നു ഒത്തില്ല, മൺകൂര വീഴാറായി. കുമ്മായമടർന്നും ഭിത്തി ഞൊറിഞ്ഞും മേൽക്കൂര മേയാതെ മഴ നനഞ്ഞും ഏന്തി നടക്കും വയസ്സിനെ പോൽ കാറ്റത്തനങ്ങുന്നുണ്ട് ഈ കുടിലും. ഇപ്പോഴും ഇതിനുള്ളിൽ ജീവനുണ്ട്, വെളിച്ചം തുടിക്കുന്ന ചിന്തയുണ്ട്. കാണുന്ന ലോകം പുച്ഛിക്കുമെന്നാൽ ഉൾപ്പൊരുളാർക്കും അറിയില്ലല്ലോ. പണ്ടൊരു കാലം ഈ മൺകൂരയും യൗവന പ്രഭയിൽ ശോഭിച്ചിരുന്നു. ചായം പൂശിയും ചുറ്റും ചെടിയാൽ പൂക്കൾ വിടർത്തിയും നിന്നിരുന്നു. പൂമുഖവാതിലിൽ പുഞ്ചിരിയും നാവിൽ മധുര സംഗീതവുമായി അന്നെല്ലാം ഈ കുടിലും നാടിൻ്റെ കുതിപ്പിൽ താങ്ങായി നിന്നിരുന്നു. അന്നീ ഭവനത്തിൽ ഒത്തിരി പേർ സല്ലപിക്കാനൊത്തുകൂടി വന്നു. കഥയും കവിതയും രാഷ്ട്രീയവും ഈ ചുവരിനുള്ളിൽ അലയടിച്ചു. കാലം കടന്നുപോയി വാഴ്വിൻ കനലിൽ വീടിൻ പണിക്കുറ്റം ബാക്കി നിന്നു. ചങ്ങാതിമാരെല്ലാം കൂടുമാറി ഞാൻ ഈ പുരയിൽ ഇന്നേകനായി. ആശിച്ച സ്വപ്നങ്ങൾ പൂവണിയാൻ സാധിക്കാതിന്ന് ഞാൻ കാത്തിരിപ്പു. ചുവരു മിനുക്കിയും ഓട്ടയടച്ചും പുതുബാല്യം വൃഥാവിലാസിപ്പു ഞാൻ. ചുവരു മിനുക്കിയും ഓട്ടയടച്ചും പുതുബാല്യം വൃഥാവിലാസിപ്പു ഞാൻ. എന്നാൽ ഇന്നുണ്ടൊരു ഇമ്പം മനസ്സിൽ, ഇഷ്ടം പോലെ ഇതിനുള്ളിൽ ജീവിക്കുവാൻ. ഈ സങ്കേതമായി ഇത്രയും കാലം ഇതെന്നെ നടത്തി. ഒരു നാളി കുടില് പൊളിഞ്ഞു വീഴും, അന്ന് ഞാൻ മറ്റൊരഭയം തേടും. ഉണ്ടെനിക്കായൊരു ഭവനമെങ്ങോ
ജീർണിച്ച വീടിതു മടുത്തുവല്ലോ, ഉണ്ടെനിക്കായൊരു ഭവനമെങ്ങോ, ജീർണിച്ച വീടിതു മടുത്തുവല്ലോ. മൂന്നാമത്തെ കവിത രാക്കിളിയുടെ ദിവാസ്വപ്നം. രാക്കിളി രാത്രിയിൽ പറക്കുന്ന കിളിയാണ്. അതിൻ്റെ ശബ്ദം പലപ്പോഴും വളരെ നേരിയ ശബ്ദത്തിലാണ് നാം കേൾക്കുന്നത്. പാടുന്നതിനെ കുറിച്ചുള്ളൊരു ഭാവനയാണിത്. സത്യത്തിൽ നാമൊക്കെ ഓരോ രാക്കിളികളാണ്. തകർന്നു പോയ സ്വപ്നത്തിൻ്റെ ഉടമകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ആടുജീവിതം നയിക്കാത്ത ആരുമില്ല. 1, 2, 5, 10 വർഷങ്ങളൊക്കെ വൃഥാവിൽ കളഞ്ഞ് ആടുജീവിതത്തിന് ശേഷം ഓരോ കരയിൽ പറ്റിപ്പിടിച്ചവരാണ് നാം. അങ്ങനെയുള്ള നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയാതെ വന്നപ്പോൾ രാക്കിളിയുടെ ചില അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. രാക്കിളിയുടെ ഒരു അനുഭവം കൂടെ പറയുന്നത് സൂര്യപ്രകാശത്തിൽ അതിന് കണ്ണ് കാണാൻ സാധിക്കുന്നില്ല. ആ അനുഭവത്തെ മുൻനിർത്തിയാണ് കവിത. രാക്കിളിയുടെ ദിവാസ്വപ്നം. രാവേറെ ചെന്നിട്ടും വ്യക്തമായി കേൾക്കുമാ രാക്കിളിപ്പാട്ടൊരു സാന്ത്വനമോ, അനിശ്ചിതമാകും ഈ ജീവിതപാതയിൽ കേൾക്കാൻ കൊതിക്കൻ രാഗാലാപനമോ, നീണ്ട നാളായി കൊതിച്ചിട്ടും കാണാത്ത പകൽ വെളിച്ചത്തെ സ്വപ്നം കണ്ടും വന്നു ചേരാത്തോരിണക്കിളിയെ കാത്തും രാക്കിളി എപ്പോഴും പാടിടുന്നു. പൊന്നൊളി ചന്ദ്രിക ചാലിച്ച രാവിന്റെ നീലിമ പുൽകും ചക്രവാളത്തിനുള്ളിൽ പറന്നും കളിച്ചും മൂളിയും പിന്നിട്ട ബാല്യകാലം കിളി ഓർത്തിടുന്നു. മക്കൾ ചോരിവ പിളർത്തിക്കരവേ അമ്മ ചുണ്ടൽ നൽകും മാധുര്യങ്ങൾ മത്സരിച്ച ആഹ്ലാദ തിമിർപ്പിൽ പാടിയ ഗാനത്തിൻ താളം മറന്നിടുമോ. വാഴ്കയിൽ വന്നെത്തും കുളിരും ചൂടും താങ്ങുവാൻ വയ്യാതെ തനിച്ചിരുന്നും കൂട്ടുകാർ ചൊല്ലും പ്രഭാത ഭംഗി കാണുവാൻ രാക്കിളിക്കാശയായി. കളകളം പാടുന്ന പുഴയും കാറ്റും വിടർന്നു നിന്നാടുന്ന പൂക്കതിരും പച്ചപ്പട്ടു വിരിച്ചുള്ള പാടവും കാണുവാൻ രാക്കിളിക്കാർത്തിയേറി. ചെന്തീ കണക്കെ ഉയരുമരുണന്റെ സഹസ്രാംശു കാട്ടുമൊരത്ഭുതങ്ങൾ ദിനകര ബിംബമണയുന്ന ശോഭയും രാക്കിളിക്ക് ഇപ്പോഴും അന്യമല്ലോ. സ്വപ്നങ്ങളുള്ളിൽ മെനഞ്ഞുകൊണ്ടും പകലിൻ ഭംഗി മനസ്സാൽ മുകർന്നും അസ്വസ്ഥനാങ്കിളി ഒരു നാൾ അറിഞ്ഞു പകലിൽ തൻ്റെ കണ്ണന്ധമല്ലോ. താൻ അറിഞ്ഞുള്ളൊരു സത്യവുമായി കിളി പൊരുത്തപ്പെടാതെ മനസ്സിടിഞ്ഞു. തിരിച്ചറിവുള്ള മർത്യനു പോലും യാഥാർത്ഥ്യം കേൾക്കുവതനിഷ്ടമല്ലോ. തൻ ദുഃഖമുള്ളിൽ ഫനീഭവിച്ച കിളി പാടാതെ പല കാലം ഇരുന്നു പോയി. ഒടുവിൽ തന്നുള്ളിൽ ജ്വലിച്ച സത്യം വേദന വിങ്ങുന്ന പാട്ടുകളായി. തകർന്ന തൻ സ്വപ്നത്തെ ഓർത്തുകൊണ്ടും ഉള്ളിലെ ദുഃഖമൊഴുക്കിക്കൊണ്ടും കഥനം നിറഞ്ഞതൻ രാഗീതികൾ രാക്കിളി പാടുന്നുണ്ടീരാവിലും. മാനവചേതനയിൽ കൊരുത്ത തകർന്ന കനവിനുടയോർകളും രാക്കിളിപ്പാട്ടിനായി ചെവി കൊടുത്തി ഇരവിനടുവിലും ഉണർന്നിരിപ്പൂ. ജീവിത സ്വപ്നങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയാണ് രാക്കിളിയുടെ ആശ. മനുഷ്യനും ഇത് തന്നെയാണ്. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നവും ആശയുമുണ്ട്. പകലെല്ലാം ധതയാൽ തൻ്റെ സ്വപ്നം നടക്കുകയില്ലെന്ന ദുഃഖം ഓരോ മനുഷ്യൻ്റെയും അനുഭവമാണ്. തൻ്റെ പ്രയത്നങ്ങളൊക്കെ വിഫലമാണ്, അതൊന്നും താൻ ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നില്ല എന്നുള്ള സ്വപ്നഭംഗമാണ് അത്. അതുമൂലം നമുക്ക് ആശിക്കുന്ന സ്ഥലത്തെത്തുവാനോ ആശിക്കുന്നത് കാണുവാനോ സാധിക്കുന്നില്ല. രാക്കിളിയുടെ ആശിച്ച സ്വപ്നങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്ത ആ അനുഭവം മനുഷ്യരാശിയുടെ ദിവാസ്വപ്നം തന്നെയാണ്. കാകളി വൃത്തമാണ് അതിനുള്ളത്. കവിത എല്ലാവരും വായിച്ചിരിക്കുമല്ലോ. നല്ലതോ ചീത്തയോ എല്ലാ അഭിപ്രായങ്ങളും പറയാം, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തിരുത്തുള്ളത് ജോസഫ് സാർ ആദ്യമേ പറഞ്ഞത്, ഞാൻ UC കോളേജിലല്ല, കർപ്പാൻ കോളേജിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത് തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂരിനടുത്തുള്ള കർപ്പകം കോളേജ്.
അഭിപ്രായങ്ങൾ പറയാം. നന്ദി പ്രൊഫസർ ഫിലിപ്പ് കല്ലട. ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയമാണ്. ശ്രീമതി പൊന്നുപിള്ളയ്ക്ക് ആദ്യം തന്നെ പോകേണ്ടതായിട്ടുള്ളത് കൊണ്ട് ആദ്യം ശ്രീമതി പൊന്നുപിള്ളയെ ക്ഷണിക്കുന്നു. I think she already left. ഓക്കെ. Yeah, she's not there. ഓക്കെ. എന്നാൽ ഞാൻ ശ്രീ രാജു തോമസും ശ്രീമതി എൽസി യോഹന്നാനെയും ക്ഷണിക്കുന്നു. ആദ്യം ശ്രീ രാജു തോമസ്. മ്യൂട്ടഡാ രാജു തോമസ്, അൺമ്യൂട്ട് ചെയ്യണേ. ശ്രീ രാജു തോമസ് സ്റ്റിൽ മ്യൂട്ടഡ്, അൺമ്യൂട്ട് ചെയ്യൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ആ മൈക്രോഫോണിന്റെ ആ സിമ്പിൾ ശ്രീ രാജു തോമസ് അത് ശരിയാക്കുമ്പോഴത്തേക്കിന് ഞാൻ ശ്രീ ടി എൻ സാമുവലിനെ ക്ഷണിക്കുന്നു. ശ്രീ ടി എൻ സാമുവൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ശ്രീ ടി എൻ സാമുവൽ ഓക്കെ. ഇപ്പൊ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യാ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് എനിക്കും അല്പം നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം. എന്തായാലും അതിനു മുന്നേ തന്നെ എൽസി യോഹന്നാൻ ശങ്കരത്തിലിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ കവിതകൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, നേരത്തെ പലയിടത്തായിട്ട് കണ്ടിട്ടുമുണ്ട്. കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഭൂഷണിൽ ഇതുപോലുള്ള പരിപാടികൾക്ക് നിങ്ങളും ജോയിൻ ചെയ്ത് കാണുന്നതിൽ ഒത്തിരി സന്തോഷം. കവികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാന കവി എന്ന് മഹാകവി എന്ന് ഞങ്ങൾ പറയുന്ന ജോർജ് പുത്തൻകുരിശ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ അതിൻ്റെ പിന്തുടർച്ചക്കാരെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും ഫിലിപ്പ് കല്ലട സാറിൻ്റെ കവിത 3 കവിതയും കേട്ടു. ഞാൻ ഇവിടെ നിന്ന് വായിച്ചു, ഒരാളെ കൊണ്ട് വായിപ്പിച്ച് കേട്ടു. വളരെ ചുരുക്കി പറയാം, നല്ല ലക്ഷണമൊത്ത 3 കവിതകൾ. അതായത് ഇത് ഒരു സംശയവും നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഇത് കവിതയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കി ലക്ഷണമൊത്ത കവിതകളാണിത്. ഒന്നാമത്തെ കവിത ഗ്രാമം. അതാ ഡിസ്ക്രിപ്ഷൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ നേരത്തെ ഇതുപോലെ നമ്പിമഠത്തിൻ്റെ കവിത കേട്ടതുപോലെ, ഒന്നാമത്തെ കവിത ഗുഡ്, രണ്ടാമത്തെ കവിത വെരി ഗുഡ്, മൂന്നാമത്തെ കവിത എക്സലന്റ്. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. എങ്കിലും ഞാൻ പരിപൂർണ തൃപ്തനല്ല. കാരണം പണ്ഡിതരും അല്ലെങ്കിൽ ഒത്തിരി അറിവും അനുഭവമുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ പുതുമ കലർന്ന പുതിയ ചിന്തകൾ ആവിഷ്കരിക്കുന്ന, ഭാവിയിലേക്കുള്ള വെളിച്ചം വീശുന്ന തരത്തിലുള്ള പുതിയ അറിവിൻ്റെ നുറുങ്ങുകൾ ഉൾപ്പെടുത്തുന്ന ഒരു പ്രവണത കവികളിലും കലാകാരന്മാരിലും ഉണ്ടായിരിക്കണം എന്ന് ഒരു പക്ഷേ വിഫലമായുള്ള ഒരാശ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് മാത്രം. അതായത് നമ്മുടെ പഴയ ഒരു സങ്കേതമനുസരിച്ച് ഈ നവരസങ്ങൾ, ശൃംഗാരം, വീരം, കരുണം, ഹാസ്യം, ഭയാനം, അത്ഭുതം, ശാന്തം, രൗദ്രം, ബീഭത്സം എന്നുള്ള നവരസങ്ങൾ,
എൻ്റെ നോട്ടത്തിൽ നമ്മൾ അവിടെ കൊണ്ട് നിർത്തണ്ട, നമുക്ക് ഇതിലും കൂടുതൽ രസങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തു പോകണം. അതിൽ ഞാൻ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രസമാണ് ജ്ഞാന കൗതുകം. അതൊരു രസം. കൂടുതൽ കൂടുതൽ പുതിയ അറിവ്, അതായത് പഴയ മനുഷ്യർ അതിജീവനത്തിന് വേണ്ടി അതാത് കാലത്ത് പലതും അറിവുകൾ സ്വാംശീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നു. വർത്തമാന കാലത്തിൽ പുതിയ പുതിയ അറിവുകൾ സ്വാംശീകരിച്ച് നമ്മുടെ സംസ്കാരത്തെയും ചിന്തയെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അത് ഭാവിയിലേക്കും ഉതകുന്നു. അങ്ങനെ ഭാവിക്ക് വേണ്ടി ഉതകുന്ന ചില എന്തെങ്കിലും ചില ശാസ്ത്ര കൗതുകകരമായ, ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കവിതയുടെ ഈ പഴയ ഭാവത്തിൽ നിന്ന് പുതിയൊരു ഭാവതലത്തിലേക്ക് കവിതകളെ കൊണ്ടുപോയാൽ കുറെ കൂടെ നന്നായിരുന്നു എന്ന് എൻ്റെ ഒരു ആഗ്രഹം മാത്രം ഞാൻ പറയുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലക്ഷണമൊത്ത ഈ 3 കവിതകളും അവതരിപ്പിച്ച ഫിലിപ്പ് കല്ലട സാറിന് വളരെയധികം നന്ദി, മംഗളാശംസകൾ. വീണ്ടും വീണ്ടും പുതിയ പുതിയ നല്ല നല്ല സൃഷ്ടികൾ ഞങ്ങൾക്ക് കേൾക്കുമാറാകാൻ അങ്ങേക്കിടവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, അഭിനന്ദിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മിസ്റ്റർ ടി എൻ സാമുവൽ. അഭിപ്രായത്തിന് നന്ദി. ശ്രീ രാജു തോമസും എൽ സി യോഹന്നാനും അവരെ കാണുന്നില്ല. അവരുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുക. ശ്രീ രാജു തോമസ്. എനിക്കൊന്ന് അവരുടെ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമുണ്ട്. സോ പ്രോബ്ലി ദേ ആർ ഇൻ ദ പ്രോസസ് ഓഫ് ഫിക്സിങ് ഇറ്റ്. കാണുന്നില്ല അവരെ. ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ഓക്കെ, എങ്കിൽ അടുത്തതായിട്ട് ശ്രീ സുരേന്ദ്രൻ നായർ. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. കേൾക്കാമല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശരിക്കും ഒരു ശ്രോതാവായിട്ട് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്. ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തായിരുന്നാലും കല്ലട സാറിൻ്റെ കവിത കേൾക്കാതിരിക്കുന്ന ഒരു നഷ്ടമാകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പം ഇന്ന് ഈ കോളിൽ കയറിയത്. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് ട്രാവൽ ചെയ്യേണ്ടി വന്നു, അങ്ങനെ പറ്റിയതാണ്. എന്തായിരുന്നാലും ഒരു ഭാഷാ അധ്യാപകൻ എന്ന നിലയിൽ ഭാഷ വൃദ്ധ സമ്പുഷ്ടമായിട്ടാണ് അദ്ദേഹം ഇവിടെ കവിത അവതരിപ്പിച്ചത്. സാധാരണ നമ്മുടെ മോഡേൺ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക രംഗത്ത് നമ്മുടെ വൃത്തം നോക്കാറില്ല. ധ്വനിയും അതുപോലെയുള്ള ചേരുവകളും പോലും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശരിക്കും സാങ്കേതികത്വങ്ങളും വ്യാകരണ നിബദ്ധവും ആയ കവിതകളാണ് അദ്ദേഹത്തിന്റെ 3 കവിതകൾ. ഞാൻ വായിച്ചതാണ് 3. അപ്പം അതിലങ്ങോട്ട് അതിനെ സംബന്ധിച്ചൊരു ആസ്വാദനത്തിനപ്പുറത്തൊരു നിരൂപണത്തിലോട്ട് പോകാനുള്ള ഒരു ശേഷി എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം പങ്കുവച്ച വികാരം, ഒരു കവിത ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു വൈകാരികമായ അദ്ദേഹത്തിന്റെ അനുഭവം വായനക്കാരനുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് കവിത. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഭവത്തെയോ ആ അനുഭവത്തിന്റെ സാങ്കത്യത്തെയോ ചോദ്യം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അദ്ദേഹം വളരെ ഗ്രഹാതുരത്വം അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വ്യർത്ഥമായ ജീവിത സ്വപ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഉണ്ടായതാകാം. ഒരു സന്ദേശ കാവ്യമല്ല, മറിച്ച് സന്ദേശം രൂപപ്പെടുത്തുവാൻ അനുയോജ്യമാകുന്ന വിവരങ്ങൾ നൽകുന്ന ഒരു കവിതയായിട്ടാണ് ഞാനിതിനെ കണ്ടത്. എപ്പോഴും ചരിത്രത്തിൽ നിന്നാണ് പുതുമയുണ്ടാകുന്നത്. ഇന്നലകളെക്കുറിച്ച് അറിയാത്തൊരാളിന് ഒരിക്കലും ഇന്നിലൂടെ നാളെയെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല. ഇന്ന് നിന്നുകൊണ്ട് നാളെ സ്വപ്നം കാണണമെങ്കിൽ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധമുണ്ടാകണം, ഇന്നലകളെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. അതിനുള്ള വളരെ വൈകാരികമായ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ആ വൈകാരികതയോടൊപ്പം തന്നെ അതിനകത്ത് വിചാരമുണ്ട്. അപ്പൊ വിചാരവും
വികാരവും സമരസപ്പെടുത്തി നമ്മളെ ഒന്ന് വളരെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ലഘു കവിതകളാണ്, സമയത്തിനുള്ളിലാണ് അദ്ദേഹം ഈ കവിത അവതരിപ്പിച്ചത്. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഹ്രസ്വമായ എൻ്റെ പ്രതികരണം ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി ശ്രീ സുരേന്ദ്രൻ നായർ. അടുത്തായിട്ട് ശ്രീ എസ് സി ജോർജ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രൊഫസർ കല്ലട സാറ് 3 കവിതകൾ ഇവിടെ അവതരിപ്പിച്ചു. അപ്പോൾ 3ഉമായിട്ട് വളരെ യോജിപ്പുണ്ട്. അതായത് 3 കവിതയിലെയും ഭാഷ ശുദ്ധി, അതിൽ വരികള്, അത് എഴുതിയ രീതി, അതിൻ്റെ ആലാപന ശൈലി എല്ലാം ഏതാണ്ട് ഒരമ്മ പെറ്റ മക്കൾ എന്ന രീതിയിലാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. പലപ്പോഴും പറയാറുണ്ടല്ലോ, ഓരോരുത്തർക്കും ഒരു ശൈലിയുണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്, അവരുടെ രചന സമാന രൂപത്തിലുള്ളതായിരിക്കും എന്ന്. ആ സമാന രൂപത്തിലാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഈ 3 കവിതകൾ. ഇതിൽ 3ലും ഏതാണ്ട് ഗ്രഹാതുര ചിന്തകൾ നിലനിൽക്കുന്നു. അദ്ദേഹം പഴയ കാലത്തിലേക്ക്, പഴയ ഗ്രാമത്തിലേക്ക്, പഴയ ജീവിതത്തിലേക്ക് ഊർന്ന് ഇറങ്ങുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് വാക്കുകൾ ചേരുംപടി തന്നെ ചേർത്ത് അദ്ദേഹം ഇവിടെ എഴുതിയിരിക്കുന്നു. വളരെ അതിനകത്ത് ആലാപന ശുദ്ധിയുണ്ട്. ഇത് വളരെ ലളിതമാണ്. അതേമാതിരി അദ്ദേഹം ജനിച്ച ആ നാട് നമ്മുടെ മുമ്പിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ്. അത് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, കേരളത്തിലെ ഗ്രാമങ്ങൾ മിക്കവാറും എല്ലായിടത്തും, അതിപ്പോൾ പുതുപ്പള്ളി ആയിക്കോട്ടെ, തൊടുപുഴ അടുത്തുള്ള എൻ്റെ ഗ്രാമമായിക്കോട്ടെ, എല്ലാം ഏതാണ്ട് ഒരേ മാതിരി ഉള്ളതാണ്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. എല്ലായിടത്തും തന്നെ അദ്ദേഹം ഈ വിവരിച്ച സ്ഥാപനങ്ങളുണ്ട്, വ്യക്തികള് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങള്, ഓരോ ആൾക്കാരുടെ ജീവിത രീതികള്, ചർച്ചകള്, കലിങ്കുകള്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്നൊരു കവിത ഇവിടെ നമ്പിമഠം അവതരിപ്പിച്ചല്ലോ. അപ്പോൾ അദ്ദേഹവും നമ്മുടെ കല്ലട സാറും ഭാവനയിലോ അല്ലെങ്കിൽ നടക്കാൻ ഇറങ്ങിയപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ കോയമ്പത്തൂരിൽ അവിടെ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ ചാർജ് എടുക്കുന്നതിന് മുൻപോ ഓർത്തെടുത്ത ആ പഴയകാല ഗ്രാമീണ ചരിത്രം തന്നെ ഇവിടെ വരച്ച് കാട്ടുകയാണ്. ഈ കവിത ഏതാണ്ട് ദീർഘമാണെന്നും ഞാൻ പറയുന്നില്ല, ഷോർട്ടാണെന്നും പറയുന്നില്ല. ഇത് രണ്ടിൻ്റെയും മധ്യത്തിലാണ് അദ്ദേഹം ഇതിനകത്ത്. സാധാരണഗതിയിൽ ഇപ്പോഴൊക്കെ എഴുതുന്ന കവിതകൾ വൃത്തമില്ല, പക്ഷേ വൃത്തത്തിനപ്പുറം ഇദ്ദേഹം വൃത്തം എന്ന വളയത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ചാടിയിരിക്കുന്നത്, കവിതാ രചനയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞു, എനിക്കത് കാണാൻ സാധിച്ചു, അദ്ദേഹം ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച 2014, 2011 അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി പ്രസിദ്ധീകരിച്ച രചനകളാണ്. ആ രചനകളിൽ നിന്നാണ് അദ്ദേഹം എടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ഏതാണ്ട് ഒരു 10-12 വർഷത്തിനകം കാലങ്ങൾ ഒത്തിരി മാറി, നമ്മുടെ ജീവിത രീതി തന്നെ മറിഞ്ഞു. നമുക്കറിയാം, ഇന്ന് ആ ഗ്രാമത്തിലേക്ക് താരതമ്യ പഠനം നടത്താൻ പോയി കഴിഞ്ഞാൽ അന്നത്തെ ആ കാളവണ്ടി അല്ലെങ്കിൽ അന്നത്തെ ആ ശരറാന്തൽ, ഇങ്ങനെ കാളവണ്ടിയുടെ അടിയിൽ വെച്ചുകൊണ്ടുള്ള പോക്ക്, അന്നത്തെ രീതിയിലുള്ള മീൻ വിൽപ്പനക്കാരി
അച്ചാമ്മ അല്ലെങ്കിൽ ഇറച്ചിവെട്ടുകാരൻ മാത്രമുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് കാണാൻ പറ്റിയെന്നിരിക്കില്ല. ഇന്ന് കാണുന്നത് ചിലപ്പോൾ മറ്റു പലതുമായിരിക്കും. ഇന്ന് ഫിഷ് എന്നും പറഞ്ഞ് ഇന്റർനെറ്റിൽ കൂടെ ഫിഷ് വിൽക്കുന്ന പരിപാടിയാണ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പൈങ്ങോട്ടൂരിൽ നിന്ന്, ഞാൻ സ്റ്റിൽ പൈങ്ങോട്ടൂർ എന്നുള്ള ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് എന്ന് വിചാരിച്ച് പൈങ്ങോട്ടൂരിൽ നിന്ന് ഒരു പഴയ മത്സ്യബന്ധനക്കാരൻ പണ്ടൊക്കെ സൈക്കിളിൽ കൊണ്ടു നടന്നു പൂന്ന് സൈക്കിളിൽ ഇങ്ങനെ ഒരു ബലൂൺ മാതിരി ഒന്ന് കെട്ടിയിട്ട് ഒരു ശബ്ദവും കേൾപ്പിച്ചുകൊണ്ട് മീൻ വിൽക്കാൻ പോകുന്ന. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് അവര് ഇന്റർനെറ്റിൽ കൂടെ ഓർഡർ എടുക്കുകയാണ്. ഇന്നത്തെ രീതിയിൽ ഇന്റർനെറ്റിൽ കൂടെ ഓർഡർ എടുത്തിട്ട് ഹൗ മച്ച് യു വാണ്ട്, കുറെ ഇംഗ്ലീഷും ഉണ്ടാവും അതിനകത്ത്. ഇന്റർനെറ്റിന്റെ അധികവും ഇംഗ്ലീഷ് ആണല്ലോ കൂടുതൽ. ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ഇൻ യുവർ ഹോം സൈറ്റ്. how many pounds you want or how many kilos you want എന്നൊക്കെ പറഞ്ഞ് എനിക്ക്. അപ്പോൾ ഞാൻ അവർക്ക് മറുപടി എഴുതി ഉടനെ തന്നെ, സാറേ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഫിഷ് ഓർഡർ ചെയ്യുമായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ അമേരിക്കയിലെ ഹ്യൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മീൻ വിൽപ്പനക്കാരനെ സാറെന്നൊക്കെ വിളിക്കണം, എന്നാലാണ് അതൊരു ഗമയുള്ളൂ. അല്ലാതെ ചുമ്മാ എടാ എന്താ പഴയ പേരുണ്ടല്ലോ, അപ്പൊ ആ രീതിയിലൊന്നും വിളിച്ച് അവഹേളിക്കാനൊന്നും ഞാൻ തുനിഞ്ഞില്ല. മീൻ സെല്ലർ, അതിന്റെ മാനേജ്മെന്റ് ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, സാറ് 2014 അന്നും 2000 മുതലാണ് ലോകം കൂടുതൽ അങ്ങ് ഇന്റർനെറ്റ് വന്നു. ഈ രീതിയിലൊക്കെ നമുക്ക് മീറ്റിംഗ് ഒക്കെ കൂടാൻ പറ്റുമായിരുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ്. ഇന്ന് സാറ് കവിത എഴുതിയാൽ എങ്ങനെ എഴുതും ഇന്നത്തെ കാലത്ത്? അപ്പൊ ഇന്ന് ഡിഫറൻറ്റ്. ഞാൻ TN സാമുവൽ സാറ് പറഞ്ഞതിനോട് ഞാൻ ഖണ്ഡിക്കുമൊന്നുമല്ല കേട്ടോ. അപ്പൊ അദ്ദേഹം അന്നത്തെ ആ സാഹചര്യത്തിൽ എഴുതി കവിത. അപ്പൊ ഇന്നത്തെ സാഹചര്യമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധിപ്പിക്കണം എന്നായിരിക്കാം ശ്രീമാൻ TN സാമുവൽ ആവശ്യപ്പെട്ടത് എന്നെനിക്കറിയാം. അതിൽ തെറ്റൊന്നുമില്ല എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ എൻ്റെ ഗ്രാമം ആദ്യം അത് അന്നത്തെ ആ ഗ്രാമമാണ്. പ്രത്യേകിച്ച് ഇത് വായിച്ചാൽ മതി എങ്ങനെ ഉണ്ടാകും, എങ്ങനെ ഉണ്ടായിരുന്നു. അമേരിക്കയിലോ ഒക്കെ ജീവിക്കുന്ന ഏതാണ്ട് നമ്മുടെയൊക്കെ ഇതിനകത്തെല്ലാം ഏതാണ്ട് സെയിം ഒരു 60 വയസ്സ് കഴിഞ്ഞവരൊക്കെയാണെന്ന് തോന്നുന്നു ഏതാണ്ട് ഇരിക്കുന്നവർ. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു കവിതയാണ്. അവരുടെ ഗ്രഹാതുര ചിന്തകൾ എല്ലാം ഇതിനകത്ത് നിഴലിച്ച് നിൽക്കുന്നു. ഞാൻ ഓരോ വരികളും എടുത്ത് പറയേണ്ടതില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് അദ്ദേഹം ഇവിടെ രാക്കിളിയുടെ ദിവാസ്വപ്നം. അപ്പം നമ്മൾ പലരും അദ്ദേഹം നമ്മുടെ ജീവിതവുമായിട്ട് ജീവിതഗന്ധി കൂടിയാണ്. അപ്പോൾ രാക്കിളികള് ദിവാസ്വപ്നങ്ങള്, ഫലിക്കാത്ത സ്വപ്നങ്ങള് പലപ്പോഴും കാണുന്നുണ്ട്. എന്നെങ്കിലും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത് രാക്ഷിളിയുടെ. അതിലും വളരെ ഒരു ഭംഗി, അതും നമ്മുടെ ജീവിത ഗന്ധിയാണ്, മണ്ണിന്റെ മണമുള്ളതാണ്. ഇതിനും വേദനയുണ്ട്. അത് തകർന്നടിഞ്ഞ സ്വപ്നങ്ങള്, തകർന്നടിഞ്ഞ ദുഃഖങ്ങള്. ഇത് ദുഃഖ പര്യവസായി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ രാക്കിളിയുടെ സ്വപ്നം, ദിവാസ്വപ്നം, അതിന്റെ ടൈറ്റിൽ തന്നെ ദിവാസ്വപ്നം, ഒരിക്കലും സഫലീകൃതമാകാത്ത സ്വപ്നം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്. പിന്നീട് ജീർണിച്ച വീട്, അദ്ദേഹം കവിതയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, വെറും വീട് എന്ന് മാത്രം സങ്കല്പിച്ചാൽ പോരാ, കെട്ടിടം അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് നമ്മളിൽ ഓരോ വ്യക്തികളെയും ഒരു വീടായിട്ട് അദ്ദേഹം സങ്കല്പിച്ചിരിക്കുകയാണ്. ഓരോ വ്യക്തികളുടെയും ആദ്യം വീടൊക്കെ നന്നായിരുന്നു. നമ്മളൊക്കെ ജനിക്കുമ്പോൾ, ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. അതിനുശേഷം ആ വ്യക്തികളുടെ ബാല്യകാലം, പിന്നീട് കുറെ ആയിട്ട് യൗവനകാലം ഒക്കെ, മധുരം കുറെ കാലം ഒക്കെ, ആരോഗ്യമുള്ള കാലം, മധുവിധു കാലം, അങ്ങനെ പല കാലങ്ങൾ, വിവാഹകാലം, കുട്ടികൾ വളർത്തുന്ന കാലം, അതൊക്കെ ഉണ്ട്. പിന്നീട് വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്നു. അതായത് വീട് ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്, നമ്മുടെ
ജീർണിക്കുകയാണ്. ജീർണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുപക്ഷെ നമുക്ക് സംസാരിക്കാൻ ശേഷിയില്ല. ജീർണിച്ചു, നമ്മുടെ ഉള്ളിലെ വീട് ജീർണിച്ചു കഴിഞ്ഞു. അതിൻ്റെ കാലുകട് അതല്ലെങ്കിൽ ചെതൽ പിടിച്ചിരിക്കുന്നു, അതിൻ്റെ റൂഫ് മാറാറായി. ചില അവസരത്തിൽ വ്യക്തികൾ ആരോഗ്യം അസ്തമിച്ച് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നു. നമ്മുടെ ഓരോ അവയവങ്ങൾ ചിലർ മാറ്റിവെക്കുന്നു, ചിലർ നാട്ടിൽ പോയി തിരുമ്മിക്കാൻ പോകുന്നു. എന്നിട്ടും ഉത്തേജനം കിട്ടുന്നില്ല. നമ്മുടെ ശരീരം ആകപ്പാട് ജീർണിച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആ വരികൾ സന്തോഷം പകരുന്നതാണ്. പൂമുഖ വാതിലിൽ പുഞ്ചിരിയും നാവിൽ മധുര സംഗീതവുമായി. ആദ്യം ആ നല്ല കാലം, യൗവനകാലം. അന്നും സ്ട്രഗിളുണ്ട്. ഇപ്പൊ വീട് പണിയാൻ അവർക്കും സ്ട്രഗിളുണ്ട്. പക്ഷെ എന്നാലും അന്ന് മോഹങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹം പറയുകയാണ്, എന്നാൽ ഇന്നൊരിമ്പം മനസ്സിൽ ഒരിമ്പമില്ല ആകപ്പാട്. ഒരു നാളീ കുടിൽ പൊഴിഞ്ഞു വീടും, അന്ന് ഞാൻ മറ്റൊരഭയം തേടും. ഉണ്ടെനിക്കായൊരു ഭാവനമെങ്ങോ, ജീർണിച്ച വീടിന് മടുത്തുവല്ലോ. ഈ വീട് എന്തെങ്കിലും കാറ്റിലും മഴയത്തും പേമാരിയിൽ ഇത് പൊളിഞ്ഞു വീറാറായി. നമ്മളോട് ഉള്ള ഒരു സന്ദേശമാണ്. നമ്മളുടെ ജീവിതം അസ്തമിക്കാറായി. പ്രത്യേകിച്ച് പ്രായം ചെന്നു വയസ്സൊക്കെ ആകുന്തോറും ഓരോരുത്തർ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങുന്നു. ഒരു വണ്ടിയെ കയറ്റി നമ്മൾ റിപ്പയറിങ്ങിന് കൊണ്ടുപോകുന്ന പലവട്ടം റിപ്പയറിങ്ങിന് പോകുന്നു. പല ഡോക്ടറെ നമ്മൾ കാണുന്നു. പക്ഷേ ആരൊക്കെ കണ്ടാലും നമുക്ക് പഴയ ആ നല്ല കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല, ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. വീണ്ടും ഒരു നാള് ഈ ജീർണിച്ച ജീവിതം, ഈ ജീർണിച്ച മനസ്സ് ഇടിഞ്ഞ് വീഴും. അപ്പോഴും അന്ന് ഞാൻ മറ്റൊരഭയം തേടും. അത് നമ്മളെ വിട്ടുകളയുന്നില്ല, വേറൊരു അഭയം നേടും. എന്നിട്ടും കുറച്ച് അഭയം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈശ്വരന്മാർക്ക് ഉടനെ സങ്കല്പമുള്ളവർക്ക് പറയും, ഞാൻ മോക്ഷത്തിൽ പോകും, അല്ലെങ്കിൽ അതായിരിക്കും എൻ്റെ അഭയം, ദൈവത്തിൽ അഭയം നേടും. എന്നാൽ നിരീശ്വരന്മാർ ഒരുപക്ഷെ അവരെവിടെ അഭയം നേടും എന്നെനിക്കറിയില്ല കേട്ടോ. ഭൂമിയോട് ചേരും, ഈ ഭൂമിയുടെ ഒരു ഭാഗമായി തീരും. അതായിരിക്കും അവരുടെ അഭയം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് മടുത്തു. ഇപ്പം നമുക്ക് രോഗാവസ്ഥയൊക്കെ വരുമ്പോൾ നമ്മൾ ജീവിതവിധം മടുത്തുവല്ലോ, എനിക്കൊന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരുപക്ഷെ ഏതാണ്ട് ഒരു ദുഃഖപര്യവസായി, ദുഃഖം നിഴലിച്ചിരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു ചിന്തിക്കാൻ വക തരുന്ന ഒരു നല്ല കവിതയാണ്. അതുമാതിരി ഈ 3 കവിതകളും ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അർത്ഥസമ്പുഷ്ടമായ നമ്മുടെ ഏവരുടെയും ജീവിതത്തെ ഗന്ധിപ്പിക്കുന്ന ജീവിതഗന്ധിയായ ഒരു കവിതയാണ് പ്രൊഫസർ ഫിലിപ്പ് കല്ലട സാർ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗ്രാമ്യ ഭംഗി, അദ്ദേഹത്തിൻ്റെ പേര് മാതിരി തന്നെ കല്ലടയാറിൻ തീരെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഏതാണെങ്കിലും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും തരുന്നു. താങ്ക് യു സർ. ശ്രീ എസ് സി ജോർജിന് നന്ദി. ശ്രീ രാജു തോമസ് അദ്ദേഹം വീണ്ടും വന്നിട്ടുണ്ട്. ശ്രീ രാജു തോമസ് അൺമ്യൂട്ട് ചെയ്യണം. സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ശ്രീ രാജു തോമസ്. He's in and out, I guess. I don't see his. ഇപ്പോഴും മ്യൂട്ടഡാ കേട്ടോ. പക്ഷെ എല്ലാ പ്രാവശ്യവും ഓക്കെ ആയിരുന്നല്ലോ. ഇന്ന് എന്ത് പറ്റി സാറേ രാജു തോമസ്? അല്ല, ഇന്ന് അൺമ്യൂട്ടഡ് ആണ്. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ അല്ല, സിസ്റ്ററിന്റെ കമ്പ്യൂട്ടർ. ശബ്ദം കേൾക്കാം കേട്ടോ, പക്ഷേ സ്റ്റിൽ ട്രൈ. മ്യൂട്ടഡ് ആണ്, അൺമ്യൂട്ട് ആയിട്ടില്ല. എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, അവരത് ശരിയാക്കുമ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ശ്രീ പുത്തൻകുരിശ്. താങ്ക് യു. പ്രൊഫസർ ഫിലിപ്പ് കല്ലട സാറിന്റെ
കവിതകൾ വായിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കവിതയിൽ ഒരു അച്ചടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വൃത്തവും താളവും മറ്റൊന്നും കൊണ്ടല്ല, നിർബന്ധം അല്ല. പക്ഷെ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു ചെല്ലാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ട് അതിനെ ഉപയോഗിക്കാം. ആ ഒരു കാര്യത്തിൽ അദ്ദേഹം വളരെ ഭംഗിയായി അത് നിർവഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മഞ്ചരി വൃത്തമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശൈശവ ബാല്യങ്ങൾ പിന്നിട്ട ഗ്രാമത്തിൻ മോഹന ചിത്രങ്ങൾ എൻ മനസ്സിൽ എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ കൃഷ്ണഗാഥയുടെ ഇതിലെ. അതിനകത്ത് 4ാമത്തെ ലൈനിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇതുപോലെ മങ്ങാതെ എന്നും തെളിഞ്ഞു നിൽക്കുന്നു ചലനചിത്ര രംഗങ്ങൾ പോലെ എന്ന് വരുന്നിടത്ത് ഒരു ചെറിയ ഒരു പിടുത്തം പോലെ എനിക്ക് തോന്നി. ചലനചിത്ര രംഗം പോലെ എന്നായിരുന്നെങ്കിൽ അതൊരു ചില്ലക്ഷരമാണ്. പിന്നെ കവിക്ക് ലഘുവിനെ ഗുരുവാക്കാനും ഗുരുവിനെ ലഘുവാക്കാനുള്ള അവകാശങ്ങളുള്ളതുകൊണ്ട് വായിക്കുന്നവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാം. മങ്ങാതെ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നു ചലനചിത്ര രംഗം പോലെ. എനിഹാ, ഈ ഗ്രാമത്തെ കുറിച്ച് വായിച്ചു കഴിഞ്ഞ ഉടനെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഒരറ്റം തുടങ്ങി മറ്റേ അറ്റം വരെയുള്ള ഗ്രാമങ്ങൾ പരിശോധിച്ച് അവയെല്ലാം അതിൻ്റെ അനാറ്റമി ആൻഡ് ഫിസിയോളജി ഒന്ന് തന്നെയാണ്. അത് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞുള്ള 100 വയസ്സുള്ള ചേനൻ തോളത്ത് തേങ്ങയും താങ്ങി എത്തുമ്പോൾ അവർ ബിജു മോൻ എത്തിന്ന് ചൊല്ലിടുമ്പോൾ ഉണ്ണിമാമനും ചിരിച്ചു പോകും. ഇങ്ങനെയുള്ള ഞാൻ ഈ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു കള്ളുകുടിയൻ മൊറീസിയേട്ടനുണ്ട്. അദ്ദേഹം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. കള്ളു കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ എത്ര വർഷങ്ങൾ കണ്ടു കഴിഞ്ഞാലും നമ്മളോട് സംസാരിക്കില്ലാതെ നമ്മളെ അങ്ങ് പാസ് ചെയ്യും. പക്ഷേ അദ്ദേഹം എന്നും ഞങ്ങളെ കുടിച്ചിട്ട് വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും. എടാ, തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കാം, വെളിച്ചെണ്ണയിൽ നിന്ന് എനിക്ക് തേങ്ങ ഉണ്ടാക്കാമോ? ഇങ്ങനത്തെ ചില ചോദ്യങ്ങൾ അതിന്നും ഈ ചേന്നന്റെ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലേക്ക് അത് കടന്നു വന്നു. പിന്നെ ഈ കവിതയുടെ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, ഉലാത്താറുണ്ട് ഞാൻ ഇന്നുമെന്നും നിത്യഹരിതമാം ചിത്രങ്ങൾ. ഇന്ന് നമ്മൾ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിട്ട് പോകുന്ന ഗ്രാമങ്ങളൊന്നുമില്ല. എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്, അല്ലേ? ഒരു ഗ്രാമ ഭംഗി കാണണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ചങ്ങമ്പുഴ എഴുതിയ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി എന്നുള്ള കവിതകളൊക്കെ ഒന്ന് വായിച്ച് ആസ്വദിക്കാമെന്നല്ലാതെ ചിത്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇന്നത്തെ ഓണാഘോഷം പോലെയാണ്. TV-യിലും ഒക്കെ പഴയതായ ചിത്രങ്ങൾ കണ്ട് നമ്മളെ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗ്രാമഭംഗി, അതിൻ്റെ ആ ശാലീന സൗന്ദര്യം, അതിനെക്കുറിച്ച് ഗ്രഹാതുരത്വത്തോടു കൂടി ഓർക്കാനേ കഴിയുള്ളൂ. പിന്നെ TN സാമുവൽ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ സുരേന്ദ്രൻ നായർ പറഞ്ഞ പോലെയും പുതിയ അറിവുകളിലേക്ക് കടക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് പുതിയ അറിവിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ AI ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് യുവതലമുറയെ നയിക്കാനായിട്ട് പഴയ വന്നവർക്കായ നമ്മൾക്ക് എത്രമാത്രം കഴിയുമെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പം നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു മേഖലയെക്കുറിച്ച് എങ്ങനെ നമുക്കൊരു പുതിയ തലമുറയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും? അത് എപ്പോഴും ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. അടുത്ത കവിത ജീർണിച്ച വീട്. ജീർണിക്കുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടെ ജീർണാവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ഏജിങ് പ്രോസസ് നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ ഏജിങ് പ്രോസസ് നടക്കുന്നെങ്കിലും തൃപ്തികരമായ പല സംഗതികളും നമ്മുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ ഇന്നുമുണ്ട് ഇരമ്പം മനസ്സിൽ, ഇഷ്ടം പോലെ ഇതിനുള്ളിൽ ജീവിക്കുവാൻ ഈ വീട് എനിക്കൊരു സങ്കേതമായി ഇത്രയും കാലം ഇതെങ്ങനെ നടത്തി. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പറയാം, നമുക്കെല്ലാവർക്കും ഒരു തൃപ്തികരമായ അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ നാളത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ഉറപ്പില്ല. വളരെ ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം
ഇൻട്രൊഡക്ഷൻ ഇത് അവതരിപ്പിച്ചത് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രണ്ട് അവസ്ഥകളെ, ഒന്ന് പുറത്ത് താമസിക്കുന്ന മനുഷ്യനെയും അകത്ത് താമസിക്കുന്ന മനുഷ്യനെയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഫിലോസഫിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടെനിക്കായൊരു ഭവനമെങ്ങോ ജീർണിച്ച വീട് മടുത്തുവല്ലോ. ഒരുപക്ഷെ അതൊരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്ന സങ്കല്പത്തെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്. എനിക്ക് അത് ഇന്നും ഉറപ്പില്ലാത്ത ഒരു കാര്യമാണ്. ഈസ് ദർ എ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? പക്ഷേ എന്നെ സംബന്ധിച്ചോളം ദ ലൈഫ് ഓൺ ദ എർത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷപൂർവ്വം കൈക്കൊള്ളും. പക്ഷെ ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് തീർത്ത് പറയാൻ പറ്റില്ല. സോ പിന്നെ ഈ ജീർണ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട്, ഈ ജീർണിച്ച അവസ്ഥ കുമാരനാശാന്റെ കവിതയിൽ പറയുന്നുണ്ട്. നീ വിധം ഗതി നിനക്കായി പോക പിന്നൊന്നൊന്നായി വരും ആ വഴി ഞങ്ങളല്ല. ഒന്നിനുമില്ല നില ഉന്നതമായ കുന്നുമെന്നല്ല അഴിയും നശിക്കുമോർത്ത. ജീർണ അവസ്ഥ, നാശം എന്ന് പറയുന്നത് ഇല്ലാത്ത ആരും തന്നെ ഇവിടെ ഇല്ല. നമ്മുടെ ഓരോ സെല്ലുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെല്ലുകളും അതെപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാശം എന്ന അവസ്ഥ നമുക്കുണ്ട്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഓരോ വ്യക്തികളുടെ ഒരു ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. പക്ഷേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മനോഹരമായ അവസ്ഥ, ജീവിതം എന്ന അവസ്ഥ, അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എൻജോയ് ചെയ്യുകയും ദുഃഖ സന്തോഷ സമ്മിശ്രമായ ജീവിതത്തെ നമ്മൾ എവിടെ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തീർക്കണം. പിന്നെ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുന്നെങ്കിൽ അത് നമുക്ക് എടുക്കുന്നതിന് യാതൊരു സന്തോഷക്കുറവുമില്ല. ജീർണിച്ച വീടിനെ കുറിച്ച് ഉള്ള. പിന്നെ അടുത്തത് രാക്ലിയുടെ ദിവാസ്വപ്നം. രാവേറെ ചെന്നിട്ടും വ്യക്തമായി കേൾക്കുമാ രാക്കിളിപ്പാട്ടൊരു സ്വാന്തനമോ, അനിശ്ചിതമാകും ഈ ജീവിതപാതയിൽ കേൾക്കാൻ കൊതിക്കും രാഗാലാപനമോ. അതും ഒരു ഫിലോസഫിക്കൽ കവിത തന്നെയാണ്. നമുക്കറിയാം, നമ്മളെ എപ്പോഴും ബോധർ ചെയ്യുന്നത് അനിശ്ചിതമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ALS ആയിരുന്നു, അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ്. അതിന് യാതൊരു വിധത്തിലുള്ള മരുന്നുമില്ല. 67 വയസ്സേ ഉള്ളൂ. അപ്പോൾ ജീവിക്കാൻ വളരെ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹവും ഞാനും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഈസ്റ്റേൺ യൂറോപ്പിന് പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെൻ്റെ ലാസ്റ്റ് ജേർണിയാണ്. ആ അനിശ്ചിതത്വത്തെക്കുറിച്ച് അദ്ദേഹം വളരെ നേരം ഞങ്ങൾ ആ ഹോട്ടലിൻ്റെ ലോബിയിലിരുന്ന് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തിൽ ഇറ്റ് ഈസ് ഹാങ്ങിങ് ഓവർ അസ്. അത് കഴിഞ്ഞ് നീണ്ട നാളായി കൊതിച്ചിട്ടും കാണാത്ത പകൽ വെളിച്ചത്തെ സ്വപ്നം കണ്ടും വന്നു ചേരാത്ത ഒരു ഇണക്കിളിയെ കാത്തും രാക്കിളി എപ്പോഴും പാടിടുന്നു. ഇതൊക്കെ നമുക്കും ഉള്ളതാണ്. നമ്മളുടെ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങൾ. കാര്യം അതങ്ങനെ കിടക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. മക്കൾ ചൊരിവാ പിളർത്തി കരയവേ അമ്മ ചുണ്ടിൽ നൽകും മാധുര്യങ്ങൾ, മത്സരിച്ച ആഹ്ലാദത്തിമിർപ്പിൽ പാടിയ ഗാനത്തിൻ താളം മറന്നിടുമോ. നമ്മൾ എവിടെ പോയാലും മാതൃസ്നേഹം, അതിനെ നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും? ഈ വരികളിൽ നമ്മൾക്കെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശക്തി തന്നതും നമ്മളെ നടത്തിയതും ആ പരിപാവനമായ സ്നേഹം ആണെന്നുള്ളതിന് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും. സോ മാതൃസ്നേഹത്തെ അദ്ദേഹം വളരെ മനോഹരമായ ഈ വരികളിൽ, മക്കൾ ചൊരിവാ പിളർത്തിക്കരവേ അമ്മ ചുണ്ടി നൽകും മാധുര്യങ്ങൾ, മത്സരിച്ച ആഹ്ലാദത്തിമിർപ്പിൽ പാടിയ ഗാനത്തിൻ താളം മറന്നിടുമോ. അമ്മ ചുണ്ടിൽ നൽകും മാധുര്യങ്ങൾ, മക്കൾ ചൊരിവാ പിളർത്തിക്കരയവേ. അദ്ദേഹത്തിന്റെ മറ്റൊരു സ്വപ്നങ്ങളുള്ളിൽ മെനഞ്ഞുകൊണ്ടും പകലിൻ ഭംഗി മനസ്സാൽ മുകർന്നും അസ്വസ്ഥനാം കിളി ഒരു നാളറിഞ്ഞു പകലിൽ തൻ്റെ കണ്ണന്തമല്ലോ.
കാലം കഴിയുമ്പോഴാണ് പലതും നമുക്ക് അറിയാമെന്നുള്ള നാട്യത്തിലാണ് ജീവിക്കുന്നത്. അതേസമയം കാലം കഴിയുമ്പോഴും കൂടുതൽ അറിയുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്: നമുക്കൊന്നും തന്നെ അറിയാൻ വയ്യുന്നുള്ളത്. നമ്മുടെ അറിവ് എത്ര ശുഷ്കമാണെന്നുള്ളത് തിരിച്ചറിയും. ആ അറിവ് അതുപോലെ തന്നെ ഈ രാക്കിളി പകൽ അതിന് കണ്ണു കാണുകയെന്ന് പറയുന്നെങ്കിലും മനുഷ്യർക്കും ഇന്ന് പകൽ കണ്ണു കാണാൻ വയ്യാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പല മനുഷ്യർക്കും ഇന്ന് പകല് അവന് കണ്ണു കാണാനേ വയ്യ. നമ്മുടെ ജീവിതത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെല്ലാം ചവിട്ടി മെതിച്ച് മനുഷ്യത്വം ഇല്ലാതെയായി, ഒരു മനുഷ്യനെ കണ്ടാല് അറിയാതെ അതെല്ലാം ചവിട്ടി മെതിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അപ്പം കണ്ടിട്ടും കാണാത്ത പോലെ നടിക്കുക. അപ്പൊ മനുഷ്യർക്ക്, പക്ഷിക്ക് പകലും മാത്രം, ഈ രാക്കിളിക്ക് മാത്രമല്ല, നമ്മള് കണ്ണുകൾ രണ്ടും തുറന്ന് ഇരിക്കുന്ന മനുഷ്യനും ഇന്ന് ചിലപ്പോൾ കാണുമ്പോൾ അവർക്കും കണ്ണു കാണാൻ കഴിയുമോ എന്ന് ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്തായാലും നമ്മളുടെ ജീവിത അനുഭവങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ലളിതവും അർത്ഥസമ്പുഷ്ടവും ആയ മനോഹരമായ കവിത അവതരിപ്പിച്ച പ്രൊഫസർ ഫിലിപ്പ് കല്ലട സാറിന് എല്ലാവിധമായ നന്ദിയും അഭിനന്ദനങ്ങളും. താങ്ക് യു. നന്ദി ശ്രീ പുത്തൻകുരിശ്. അടുത്തത് ശ്രീ രാജു തോമസ്. എല്ലാവർക്കും നമസ്കാരം. മാഷ് ഇനി എഴുതണം, ഈ മലയാളിലൊക്കെ കൊടുക്കണം ഇങ്ങനെയുള്ള കവിതകള്. എനിക്ക് ഞാനിപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ, നിങ്ങൾ അവതരിപ്പിക്കുന്നതാണെങ്കിലും അത് മലയാളം സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു എന്ന പേരിൽ ഞാനത് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ വെരി ഗുഡ്. പറയാൻ കാരണം ഇത് വളരെ ലളിതമാണ്. നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ഗൂഢമായിട്ടുള്ള റെഫറൻസ്, പരാമർശമോ അല്യൂഷൻ, സൂചന ഒന്നുമില്ല. വളരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മനസ്സിലാകും. അപ്പോ അതിനകത്ത് ഒരു ആർജവമുണ്ട്, ഒരു സിൻസിയറിറ്റിയുണ്ട്, ജാടയില്ല. ആധുനികതയുടെ ഈ ബിംബങ്ങളോട് പുറകെ പോവുകയും ആവശ്യമില്ലാതെയുള്ള ആശയങ്ങളെ ഈ ഒരു രചനയിലൂടെ ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക, ഇങ്ങനെ പമ്പ് ചെയ്ത്, അങ്ങനെയുള്ള ഒരു അംബീഷനും ഇല്ലാതെ, സാഹിത്യ നിരൂപണത്തിൽ പറയും ഹീസ് ബീങ് ഓവർ ആംബിഷ്യസ്. ഒരു രചനയിലൂടെ എൻ്റെ കഴിവുകളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണമെന്നും പറഞ്ഞുള്ള എഴുത്തുണ്ടല്ലോ, അതാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷെ അതിന് പകരം ഇത്ര ലളിതവും സുഗ്രാഹ്യവും ഇമ്പകരവുമായിട്ടുള്ള കവിത എഴുതുന്ന മാഷിന് വളരെ അഭിനന്ദനം. ഒന്നാമത്തത് നമ്മൾ പണ്ട് പറയുന്ന ആ ഗ്രഹാതീതയാണ്. ഇതിപ്പോ നമ്മൾ ആര് ഒരു ജീവചരിത്രം എഴുതിയാലും, ഇപ്പോ പ്രൊഫസർ ജോസഫ് ചെറുവേലി ആണെങ്കിലും മഹാനായ എബ്രഹാം വർഗീസ് ആണെങ്കിലും സ്വന്തം ഗ്രാമത്തെ അവർ മഹത്വപ്പെടുത്തും. അതിൻ്റെ ആ ഗതകാല ലാളിത്യത്തെ പറ്റിയും സൗന്ദര്യത്തെ പറ്റിയൊക്കെ പാടും. അങ്ങനെയുള്ള ഒരു ഹ്രസ്വമായ കവിതയാണ് ഒന്നാമത്തേത്. പക്ഷെ രണ്ടാമത്തെ കവിത ജീർണിച്ച വീട്, ആ ഒരു ബിംബകൽപ്പന ഗംഭീരമാണ്. മാത്രമല്ല ആ ചിപ്പിക്കുള്ളിലെ മുത്ത് അവസാനത്തെ 2 ശ്ലോകങ്ങളിലാണ് കാണുന്നത്. തകർന്നതൻ സ്വപ്നത്തെ ഓർത്തുകൊണ്ടും ഉള്ളിലെ ദുഃഖം ഒഴുക്കിക്കൊണ്ടും അതിനം നിറഞ്ഞതൻ പേജ് മാറിപ്പോയി. അയ്യോ, പേജ് മാറിപ്പോയി. എന്നാലുണ്ടൊരിമ്പം മനസ്സിൽ, ഇഷ്ടം പോലെ ഇതിനുള്ളിൽ ജീവിക്കുവാൻ ഈ ജീർണിച്ച വീട്. ഈ വീട് എനിക്കൊരു സങ്കേതമായി ഇത്രയും കാലം ഇതെന്നെ നടത്തി. ഒരു നാൾ ഈ കുടിലു പൊളിഞ്ഞു വീഴും, അന്നു ഞാൻ മറ്റൊരഭയം തേടും. ഉണ്ടെനിക്കായി ഒരു ഭവനമെങ്ങോ, ജീർണിച്ച വീട് ഇത് മടുത്തുവല്ലോ. പക്ഷെ മാഷ് ചൊല്ലുമ്പോ കുറച്ചുകൂടെ ഈ കവിത എഴുതുമ്പോൾ ഉണ്ടായ വികാരം മാഷ് ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കവിത വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ മാഷ് ചൊല്ലിയപ്പോൾ കുറച്ചുകൂടി എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ രാക്കിളിയുടെ ദിവാസം, അത്
ഈ ഈ പുത്തൻകുരിശ് പറഞ്ഞ അത്രയും ദാർശനികം അല്ലെങ്കിലും അതിനും അപ്പുറത്തെ ഒരു തരത്തിലോട്ട് കാവ്യഭാവന പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അവിടെ ഒരു ഭാവനയുടെ ആ ഒരു മാജിക് ടച്ച് അവിടെയുണ്ട്. മനുഷ്യന്റെ നമ്മുടെ സ്വപ്നങ്ങളിൽ 49%, 50% ഫലിക്കുമെങ്കിലും ബാക്കിയെല്ലാം വൃഥാവിലായി പോവുക, പിന്നെയും സ്വപ്നം കാണുക. പക്ഷെ ഇവിടുത്തെ ഈ കവിതയിൽ അതിന് ഒരു ബേസിക് ആയിട്ട് നിൽക്കുന്ന, അതിൻ്റെ ഒരു ബേസിക് പ്രമിസായിട്ട് നിൽക്കുന്ന ഒരു ബിംബകൽപ്പനയുണ്ട്. അതാ രാക്കിളി ആ നൈറ്റിംഗേൽ അല്ല, ഇങ്ങനെ വെറുതെ സ്വപ്നം കാണുകയും അവസാനമാകുമ്പോൾ ആ പകൽ ഒക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ വ്യർത്ഥതയെ പറ്റി, നിരർത്ഥകതയെ പറ്റിയാ കവി ചൊല്ലുന്നത്. അതിന്റെ അവസാനം എന്ത് സുന്ദരമായിരിക്കുന്നു. ഈ കാകളി എന്ന് പറഞ്ഞെങ്കിലും ചിലടത്ത് വൃത്തം തെറ്റിപ്പോകുന്നുണ്ട്, ചിലടത്ത് കരുത് കടിക്കുന്നത് കേട്ടോ. എല്ലാ കവിത ആയതുകൊണ്ട് എപ്പോഴും തൻ തന്നെ പറയണമെന്നില്ല. ചിലർ തൻ്റെ എന്ന് പറയുമ്പോഴായിരിക്കും അർത്ഥം ശരിയാകുന്നത്. ഇവിടെ ഓരോരുത്തർ പോലും തൻ്റെ എന്നില്ല, എല്ലായിടത്തും തൻ. അപ്പൊ അവിടെ ലഘു തെറ്റിപ്പോകും കേട്ടോ. പക്ഷെ അവസാനം തകർന്നതൻ സ്വപ്നത്തെ ഓർത്തുകൊണ്ടും ഉള്ളിലെ ദുഃഖമൊഴുക്കിക്കൊണ്ടും കഥനം നിറഞ്ഞതൻ രാഗീതങ്ങൾ രാക്കിളി പാടുന്നുണ്ട് രാവിലും. മാനവചേതനയിൽ കൊരുത്ത തകർന്ന കനവിനുടയോർകളും രാക്കിളി പാട്ടിനായി ചെവി കൊടുത്തി ഇരവിൽ നടുവിലും ഉണർന്നിരിപ്പു. പക്ഷെ എന്റെ പ്രശ്നം ആകെ ഈ 3 കവിതകളിൽ കൊടുത്തിട്ടുള്ള ഒരു അടിക്കുറിപ്പ് ഇവിടെയാ. സൂര്യപ്രകാശത്തിൽ രാക്കിളിക്ക് കണ്ണു കാണുകയില്ല. ഈ ഗ്രീക്ക് പുരാണത്തിലും ഒക്കെ പല കിളികളെ പറ്റിയും ചില ഉണ്ട്. ഫീനിക്സ്, മയില്, രാക്കിളി. പക്ഷെ ഈ മാഷ് പറയുന്നത് എവിടുന്ന് കിട്ടിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പകല് കിളിക്ക് കണ്ടു കാണുകയില്ല. അപ്പൊ അത് അത് തെറ്റാണെങ്കിലും അത് സയന്റിഫിക്കലി കറക്റ്റ് ആണോ എന്ന് ദയവായിട്ട് ഇന്ന് പറഞ്ഞു തരണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ചലഞ്ച് ചെയ്യുകയാണ്. പക്ഷെ തെറ്റാണെങ്കിലും ഈ കവിതയ്ക്ക് അർത്ഥവും ഊർജവും ശക്തിയും ഒക്കെ ലഭിക്കുന്നത് ആ ഒരു അസംഷനിൽ നിന്നാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടെ പറയണം എന്ന് പറഞ്ഞിട്ട്, അഥവാ എല്ലാ ആശംസകളും കൂടി ഞാൻ തൽക്കാലം വിരമിക്കുന്നു. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ രാജു തോമസ്. ശ്രീമതി എൽസി ഉണ്ടോ ശങ്കരത്തിൽ? ഇല്ലില്ല, അവിടെ ആഹാരം കഴിച്ചു തുടങ്ങി. സാറേ ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാനൊന്ന് ഇറങ്ങുകയാണ്. ഒക്കുമെങ്കിൽ. തീർച്ചയായിട്ടും. താങ്ക് യു. ഓക്കെ, അടുത്തത് ശ്രീ ജെയിംസ് ചെറുതടത്തിൽ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ? വീഡിയോ ക്യാമറ ഒന്ന് അല്പം അഡ്ജസ്റ്റ് ചെയ്യണം. ഫേസ് മുഴുവൻ കാണാം. ഇച്ചിരൂടെ കുറച്ചുകൂടെ. ഓക്കെ, കുറച്ചുകൂടെ. ആണോ? ഓക്കെ. ഫിലിപ്പ് കല്ലട സാറ് അദ്ദേഹത്തിന് 3 കവിതകളും പല ആവർത്തി ഞാൻ വായിച്ചു. ആദ്യത്തെ ഒരു കവിത അത് മധുരകരം. 2ഉം 3ഉം കവിതകൾ കടുപ്പമുള്ളതാണ്, ദാർശനിക സ്വഭാവമുള്ളതാണ്. പക്ഷെ വളരെ മനോഹരമാണ്. ഈ 3 കവിതകളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ലളിതമാണ് ഒന്നാമത്തെ കവിത. ഞാൻ ഈ കവിതകളെ സംബന്ധിച്ചൊരു കവി അല്ലാത്തത് കൊണ്ട് അതിൽ തന്നെ എടുത്തെടുത്ത് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനത് കുറിച്ചുകൊണ്ട് പോന്നു. അത് വായിക്കാം, വളരെ കുറച്ചേ ഉള്ളൂ, വായിക്കാം. ഒന്നാമത്തെ കവിതയിൽ നിഷ്കളങ്കമായ ബാല്യം, ലോകത്തെ കാണുന്ന മട്ടിലുള്ള വിവരണം. യഥാർത്ഥ ലോകത്തിന്റെ കഷ്ടപ്പാടോ കാപട്യമോ വിരസതയോ വിരഹദുഃഖങ്ങളോ അസ്തുദുഃഖങ്ങളോ മനസ്സിലില്ലാത്ത ബാല്യം തന്റെ സ്വന്തം ഗ്രാമത്തിന്റെ അതിസുന്ദരമായ ഒരു ചിത്രം വരച്ചു കാട്ടുന്നു. പ്രായമായപ്പോഴും തന്റെ ഉള്ളിലുള്ള ബാലൻ ഉത്സാഹത്തോടെ ചേരുമോട് എന്ന ഗ്രാമത്തിൽ തുള്ളി ഓടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെയും സ്ഥാപനങ്ങളെയും സൗകര്യങ്ങളെയും കൃഷിരീതിയെയും പ്രകൃതി ഭംഗിയെയും എല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു. കിഴക്കേ കുന്നിൽ നിറകയിൽ പള്ളിതൻ കുരിശേൽ നിൽക്കും ഗോപുരം കാണാം.
താഴ്വാര ഷാപ്പിൽ പൂസായി കഥ ചൊല്ലി കരഞ്ഞു ചിരിക്കുന്ന നാട്ടാരുമുണ്ട്. ഇതിലൊരു വളരെ ചിന്തനീയവും രസകരമായ സംഗതിയുണ്ട്. ഭക്തിയും മദ്യവും ലഹരി തന്നെയാണല്ലോ. ഭക്തി ഉയരങ്ങളിൽ, കുന്നിന്റെ നിറകിലാണ് പള്ളിയിരിക്കുന്നത്, ഭക്തി അവിടെയാണ്. ഉയരങ്ങളിൽ ഭക്തി, താഴ്വാരത്തിലാണ് ഷാപ്പ് ഇരിക്കുന്നത്, അവിടെ താഴ്വാരത്തിൽ ലഹരിയും. ഇവിടെ രണ്ടിടത്തുള്ളത് മനുഷ്യർ തന്നെ. അതിന്റെ അനുഭവം കിട്ടുന്നത് രണ്ട് കൂട്ടർക്ക് മനുഷ്യർക്ക് തന്നെ. സ്വാഭാവികമായിട്ടും ഒരു കവിത എഴുതുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സംഭവം വിവരിക്കുമ്പോൾ ഇവയൊക്കെ കടന്നു വരുന്നത് വളരെ രസകരമാണ്, ഇവിടെ വളരെ ചേരുന്നുണ്ട്. അതോടൊപ്പം 100 വയസ്സുള്ള ചേനൻ കഠിനാധ്വാനത്തിന്റെ അടയാളം കുറിക്കുന്നു. അപ്പച്ചിയുടെ വാർത്താ വിതരണവും ചായക്കടയിലെ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകളും കേരളത്തിലെ ഗ്രാമങ്ങളുടെ ഒരു നേർക്കാഴ്ചയായി മാറുന്നു. ഒരു ഭൂപ്രകൃതിയെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം അവിടെയുള്ള മനുഷ്യരുടെ ജീവിത പശ്ചാത്തലവും കൂടി വളരെ ഭംഗിയായി കാവ്യാലയമായി അവതരിപ്പിക്കുന്നതിലൂടെ നമ്മുടെ ബാല്യകാല ഗ്രാമ ജീവിതങ്ങളെ മനസ്സിൽ ഉണർത്തി കവിത ഭംഗിയായി അവസാനിച്ചു. തികച്ചും സന്തോഷകരമായ പര്യവസാനം. രണ്ടാമത് ജീർണിച്ച വീടും, അതിലാണ് ദാർശനികത. പക്ഷെ ഞാൻ ദാർശനികത എന്നുള്ള രീതിയിൽ പരിപൂർണമായിട്ടും സമീപിക്കുന്നില്ല. അതിന്റെ ഓരോ വരികളിലൂടെ ഞാൻ സഞ്ചരിക്കുകയായത്. രണ്ടാമത്തെ കവിത തികച്ചും വ്യത്യസ്തം. മനുഷ്യനെ ഒരു കുടിലായി ഉപയോഗിക്കുകയാണ്. മനുഷ്യ ജീവിതം എന്ത്, ഏത്, എങ്ങനെ, എങ്ങോട്ട് എന്നതിന്റെ ഒരു വിശദീകരണം ഒരു വീടിന്റെ കഥയിലൂടെ കവി അവതരിപ്പിക്കുന്നു. ജനിച്ച ദിവസം പോലും ഓർമ്മയില്ലാത്ത ഒരു മനുഷ്യൻ തന്റെ യൗവനകാലത്ത് തിളങ്ങി നിന്നതും ആകർഷകമായ വ്യക്തിത്വത്തോടെ നാട്ടാരുടെ മുമ്പിൽ ഇടപെട്ട് ജീവിച്ചിരുന്നതും കാലഘട്ടത്തിലെ പൊതുവിഷയങ്ങളിലെല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ട് ഒടുവിൽ വാർദ്ധക്യത്തിൽ ഭംഗികെട്ട് കഴിവുകെട്ട് ആകർഷകമല്ലാതായപ്പോൾ, ഉപയുക്തമല്ലാതായപ്പോൾ എല്ലാവരാലും ഒഴിവാക്കപ്പെടുന്നതും ആരും തിരിഞ്ഞു നോക്കാനില്ലാതാവുകയും ചെയ്യുന്ന ഒരു ദയനീയ ചിത്രം. ചങ്ങാതിമാരില്ല, വീട്ടുകാരില്ല, തികച്ചും വിലയില്ലാത്ത ജീവിതം. അപ്പോഴും അദ്ദേഹത്തിന് ഉള്ളിൽ വെളിച്ചം തുടിക്കുന്ന ചിന്തകളുണ്ട്. തന്റെ ഉൾപ്പൊരുൾ ആരും അറിയുന്നില്ല എന്ന് അദ്ദേഹം വിലപിക്കുന്നുണ്ട്. ജീവിതത്തിൽ ആശിച്ച മോഹങ്ങൾ എല്ലാം പൂവണിഞ്ഞിട്ടില്ല. എങ്കിലും വൈകിയ വേളയിലും ആശയോടെ പലതും അദ്ദേഹം കാത്തിരിക്കുന്നു. തന്റെ ഇഷ്ടം പോലെ, ഇമ്പം പോലെ വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിന് അറിയാം, ഒരു നാൾ ഞാനാകുന്ന ഈ കുടിൽ പൊളിഞ്ഞു വീഴും, മരണം വരും. എങ്കിലും അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നു. മരണശേഷം ഒരു ജീവിതം, സ്വർഗീയ ജീവിതം. കവി തന്റെ സന്ദേശം അവതരിപ്പിക്കുന്ന കവി തന്റെ സന്ദേഹം അവതരിപ്പിക്കുന്നതിന് പല സങ്കേതങ്ങളും ഉപയോഗിക്കും. ഇതിൽ കുടിൽ എന്ന സങ്കേതം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ അസ്തിത്വ ദുഃഖവും ജീവിതവും മരണവും സ്വർഗപ്രതീക്ഷയും ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിൽ കവി വളരെ അധികം വിജയിച്ചിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. അടുത്തത് രാക്ലിയുടെ ദിവാസ്വപ്നം. രണ്ടാമത്തെ കവിത പോലെ മൂന്നാമത്തതും ദുഃഖവും ജീവിത വ്യഥയുമാണ് പ്രമേയം. ഈ കവിതയിൽ ഒരു രാക്ലിയോടാണ് മനുഷ്യ ജീവിതത്തെ അദ്ദേഹം ഉപമിച്ചിരിക്കുന്നത്. കവിത ചൊല്ലുവാൻ കവി തന്നെ സ്വയം ഒരു സങ്കേതമാകുന്നു. തന്റെ ഉറക്കമില്ലാത്ത രാത്രികളിൽ രാക്ലിയുടെ പാട്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാകുന്നു. ജീവിത വഴിയിലെ അനിശ്ചിതത്വത്തെ തരണം ചെയ്യുവാൻ താൻ തന്നെ ഒരു രാക്ലിയാവുന്നു. ജീവിതത്തിൽ ഒരിക്കലും എത്താത്ത പ്രകാശത്തെ സ്വപ്നം കൊണ്ടും തന്റെ മനസ്സിനിണങ്ങിയ പ്രണയിനെ കാത്തും അദ്ദേഹത്തിന്റെ മനസ്സ് പാടിക്കൊണ്ടിരിക്കുന്നു. ബാല്യത്തിന്റെ സുഭിക്ഷതയിൽ ചക്രവാളത്തിലുള്ള മനസ്സിനെ പായിച്ച് പ്രകൃതിയിൽ ഊളിയിട്ട് പാടി രസിച്ചിരുന്ന കാലം ഓർമ്മയിൽ ഉയർന്നു വരുന്നു. പ്രായമേറെയായി ആധുനിക കാലഘട്ടത്തിന്റെ തീവ്ര പ്രകാശത്തിൽ അന്ധനാവുന്നതും തീവ്രവേഗതയിൽ താൻ പിന്നോട്ട് പോകുന്നതും തിരിച്ചറിയുന്നു. വീണ്ടും ശാന്തതയ്ക്കായി രാക്ലിയെ കൂട്ടുപിടിക്കുന്നു. രാക്ലിയെ പോലെ തന്നെ ഈ അന്ധതയിലും നിസ്സഹായാവസ്ഥയിലും അദ്ദേഹം ഉള്ളിൽ ജ്വലിച്ച സത്യം കഥനാഗീതങ്ങളായി പാടുന്നു. സ്വയം കവി ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് ഈ ശ്രമത്തിലൂടെ. തന്റെ തകർന്ന കനവിന്റെ ഗീതമാണ് രാക്ലി പാട്ടിൽ അദ്ദേഹം തിരയുന്നത്. ഒരു കള്ളക്കാമകൻ കട്ടണപ്പേർ ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സന്ദേഹവും എനിക്കുണ്ട്. ഒരു സാന്ത്വന സഹായിയായി രാക്ലിയെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രം. മനോഹരമായ ഒരു ശ്രമമാണ് അത് നടത്തിയിരിക്കുന്നത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. താങ്ക് യു. നന്ദി ശ്രീ ജെയിംസ് ചെറുതടത്തിൽ. അടുത്ത ശ്രീ ജോസഫ് തച്ചാറ. അൺമ്യൂട്ട് ചെയ്യണം.
ഫിലിപ്പ് കല്ലടയുടെ എൻ്റെ ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ എല്ലാ ഗ്രാമങ്ങളും ഒരുപോലെയാണ് എന്ന് ഉള്ള ഒരു കൺസെപ്റ്റ് ഞാൻ കാണുന്നത് കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ലോകം മുഴുവൻ ഏതാണ്ട് ഒരുപോലെ ആകും എന്നുള്ളതാണ്. ലോകം ഒരു കിളിക്കൂട് ആണ് എന്ന ഈ ഒരു ഹൈന്ദവ കൺസെപ്റ്റ് അനുസരിച്ച് എല്ലാ സ്ഥലങ്ങളിലും സ്കൂള്, എല്ലാ സ്ഥലങ്ങളിലും മഴവില്ല്, എല്ലാ സ്ഥലങ്ങളിലും എല്ലാം ഏതാണ്ട് ഒരുപോലെ ആകുന്ന ഒരു കാലം വന്നുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ചേന്നൻ വരുമ്പോൾ ബിജുമോൻ എന്ന് പറഞ്ഞ് ചിരിക്കുന്നത് എനിക്ക് അത്ര പിടികിട്ടിയില്ല. അതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ഒരു സെക്ഷുവൽ ഐഡിയയെ പരാമർശിച്ചുകൊണ്ടാണോ എല്ലാവരും ചിരിക്കുന്നത് എന്ന് ഒക്കെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അത് കവി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. അപ്പം പ്രത്യേക വൈകാരികതയൊന്നുമില്ലാത്ത ഒരു ഗ്രാമത്തെ ചിത്രീകരിക്കുന്ന ഒരു കവിത. പിന്നെ ജീർണിച്ച വീട് വളരെ പ്രതീക്ഷയറ്റ ഒരിതാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഫിലിപ്പ് കല്ലട ഒരു വിശ്വാസിയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് അന്ന് ഞാൻ മറ്റൊരു അഭയം തേടുമെന്ന് പറയുന്നത്. അപ്പം വലിയൊരു പ്രതീക്ഷയോടുകൂടി കവിത അവസാനിക്കുന്നത്. ഇപ്പോഴുള്ള ഈ ദുരന്തങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മളെ ജീസസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഇഷ്ടം പോലെ വീടുകൾ നിങ്ങൾക്ക് വേണ്ടി പണിതിട്ടിട്ടുണ്ട്, നിങ്ങൾ അങ്ങ് വന്നാച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ വിശ്വസിക്കാനുള്ള ധൈര്യം ഫിലിപ്പ് കല്ലടയ്ക്കുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനതിനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, സന്തോഷിക്കുന്നവർ സന്തോഷിക്കട്ടെ. അതുകൊണ്ട് അതൊരു പ്രതീക്ഷാ നിർഭരമായ ഒരു കവിതയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രാക്കിളിയുടെ ദിവാസ്വപ്നം ഇത് രണ്ടിനേക്കാളും മെച്ചപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് വളരെ നിരാശയാണ് അവതരിപ്പിക്കുന്നതെങ്കിലും അതാണ് മേ ബി ഫിലിപ്പ് കല്ലടയുടെ സ്ഥായി ഭാവം ഈ നിരാശയൊക്കെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അതും ഫിലിപ്പ് കല്ലട തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. പിന്നെ ഇത് കേകയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേകയ്ക്ക് അതിൻ്റെതായ ചില നിയമങ്ങളുണ്ടല്ലോ. ഇപ്പം ബേസിക്കായിട്ട് അത് പിന്നെ പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു. ഇപ്പം പുസ്തകമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞതായ സ്ഥിതിക്ക് ഇനി അത് പുനരവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ പരിശോധിച്ച് ചെയ്യുക. താങ്ക് യു. താങ്ക് യു മിസ്റ്റർ തെച്ചാറ. ശ്രീമതി എൽസി ഉണ്ടോ? ശ്രീ രാജു തോമസ്. Unmuted. I don't think she. എൽസി മുകളിലാണ്, ആഹാരം കഴിച്ചോണ്ടിരിക്കുക. ഓക്കെ. അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ ശ്രീ പ്രൊഫസർ ഫിലിപ്പ് കല്ലട അവതരിപ്പിച്ച 3 കവിതകൾ. ഈ 3 കവിതകളിലും ഗ്രാമം, വീട്, രാക്കിളി എന്ന 3 ബിംബങ്ങൾ അല്ലെങ്കിൽ പ്രതീകങ്ങൾ ഒരു ചങ്ങലയായിട്ട് ജീവിതത്തെ അവതരിപ്പിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതില് ഗ്രാമം, പ്രകൃതി, സ്മൃതി, ഓർമ്മകൾ, മാറുന്ന ലോകം, അതാണ് ആദ്യത്തെ കവിതയിലെ ഗ്രാമത്തെക്കുറിച്ചുള്ള കവിതയിൽ പ്രതിപാദിക്കുന്നത് എൻ്റെ ഗ്രാമം. രണ്ടാമത് വീടില് അത് അസ്തിത്വം, സങ്കേതം. വീട് ഒരു സങ്കേതമാണ്. അത് ക്ഷയിച്ചു പോയിരിക്കുന്നു, അത് തകർന്നിരിക്കുന്നു, റൂയിൻസ്. അതും ജീവിതത്തിൻ്റെ ഒരു ബിംബമായിട്ട് കാണാം. പിന്നെ രാക്കുയിലിൻ്റെ പാട്ട് രാത്രി, അതിൽ വേദനയുണ്ട്, പക്ഷെ അത് കലയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. തകർന്ന സ്വപ്നങ്ങളുടെ സംഗീതം ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. അർത്ഥമില്ലാത്ത ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന കല അതിനെ സൂചിപ്പിക്കുന്നു എന്നാണ്
എൻ്റെ എൻ്റെ അഭിപ്രായം. ഈ 3 കവിതകളും ഇങ്ങനെ ഒരു ചങ്ങലയായിട്ട് കോർത്തിണക്കുന്നതായിട്ട് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കാണുന്നത്. അപ്പം ഇതില് സമകാലീന ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് നമ്മളെ ടി.എൻ. സാമുവൽ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഈ ഗ്രാമത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലെ അർത്ഥം തേടി അല്ലെങ്കിൽ നമ്മുടെ വേരുകൾ തേടി വീണ്ടും ഗ്രാമത്തിലേക്കും പഴയ ബന്ധങ്ങളിലേക്കും പോകുന്നു. അതിനെ കാലവുമായിട്ട് ബന്ധമില്ല. ഏത് കാലത്തും ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, ബന്ധങ്ങളിലേക്ക് പോകുന്നു. ബന്ധങ്ങളാണ് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത് എന്നുള്ള ഒരു സൂചന അതിൽ കാണുന്നുണ്ട്. ഗൃഹാതുരത്വം തീർച്ചയായിട്ടും വേരുകൾ തേടിയുള്ള ഒരു യാത്രയാണ്. അത് ജീവിതത്തിന് കൂടുതലായിട്ട് അർത്ഥം കൊടുക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കൃതി ജീർണിച്ച വീട്, അത് ജീർണിച്ച ജീവിതം, അത് കാലക്രമേണ ജീവിതത്തിന് അർത്ഥമില്ലാതാവുന്നു. അല്ലെങ്കിൽ ആ ഏജിങ് പ്രോസസ് കാരണം നമുക്ക് ജീർണതയുണ്ടാകുന്നു, അതിൽ മോഹഭംഗങ്ങളുണ്ടാകുന്നു. പക്ഷേ വീടെപ്പോഴും ഒരു അഭയമാണ്. അവിടെ ഓർമ്മകളുടെ റൂയിൻസിന്റെ ഓർമ്മകൾ. അപ്പം വേർഡ്സ്വർത്ത് ഒരു കവിത എഴുതിയ റൂയിൻഡ് കോട്ടേജ്, അതിന് സൂചിപ്പിക്കുന്നു വീടിന്റെ ജീർണത. വീട് ഒരു ഭൗതിക ഒരു അഭയമാണ്. പക്ഷേ വേറൊരു വീടിനെ പറ്റിയുള്ള ഒരു സൂചനയുണ്ട്, ജീവിതത്തിനപ്പുറം ഒരഭയം. അത് പ്രതീക്ഷ നൽകുന്നു, ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്നു. എത്ര പരാജയപ്പെട്ടാലും എത്ര ജീർണതയുണ്ടായാലും അവസാനം പ്രതീക്ഷ ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. മൂന്നാമത്തിലെ അതിൻ്റെ ദാർശനികത രാക്ലിയുടെ ദിവാസ്വപ്നം. അതിലൊരു ഐറണി ഉണ്ട്. രാത്രിയിലാണ് പാടുന്നത്, പക്ഷേ ദിവാസ്വപ്നം അത് പകലുള്ള സ്വപ്നം. രാക്ലി പകല് സ്വപ്നം കാണുന്നു, പക്ഷെ രാക്ലിക്ക് പകൽ അന്ധമാണ്, കണ്ണ് കാണുകയില്ല എന്നുള്ള ഒരു ഫുട് നോട്ടും കൊടുക്കുന്നുണ്ട്. പക്ഷേ രാക്ലി ജീവിതത്തിലെ വേദനയും അർത്ഥമില്ലായ്മയും അല്ലെങ്കിൽ നൈരാശ്യവും എല്ലാം പ്രതിഫലിച്ചുകൊണ്ട് ജീവിക്കുന്നു. പക്ഷേ പാട്ടുപാടുന്നു. അവിടെ കല ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. കല സംഗീതമായിരിക്കാം, സാഹിത്യമായിരിക്കാം, അത് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നു. കലയാണ് ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്നത്. അതാണ് ജോൺ കീറ്റ്സും ഷെല്ലിയും എല്ലാം ഓട്ടുവെ നൈറ്റിംഗേലും മറ്റും അതിലും പറയുന്നത് ആർട്ടാണ് ജീവിതത്തിൽ അർത്ഥം കൊടുക്കുന്നത്. അപ്പൊ ഇതില് ഈ മൂന്നും നമ്മൾ നോക്കുമ്പോഴത്തേനെ അതില് ദാർശനികതയുണ്ട്. അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം ജീവിതത്തിന്റെ ജീർണതയിലും നമുക്ക് പ്രതീക്ഷയും സ്വപ്നങ്ങൾ ഇല്ലാതാകുമ്പോഴും അവിടെ നമുക്ക് പാടിക്കൊണ്ട് അല്ലെങ്കിൽ കലയിലും സാഹിത്യത്തിലൂടെയും നമുക്ക് അർത്ഥം ജീവിതം തുടർന്നുകൊണ്ട് പോകാനും നമുക്കൊരു താങ്ങായിട്ട് കലയും സാഹിത്യവും പ്രയോജനപ്പെടും എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ ഈ 3 കവിതകളും വളരെയധികം അർത്ഥഗർഭമാണ്, ജീവിതത്തിന് കൂടുതൽ അർത്ഥം കൊടുക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായം ഇതാണ്. അവസാനമായിട്ട് ഇതിൽ സന്ദേശമുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പം വേരുകൾ അല്ലെങ്കിൽ ഗ്രാമം മനുഷ്യന് അർത്ഥവും തിരിച്ചറിവും നൽകുന്നു. വീട് ഒരു അഭയമാണ്, അഭയകേന്ദ്രമാണ്. അത് മനുഷ്യന് വർഷങ്ങളോളം നടത്തും, പക്ഷേ കാലം അതിനെ ജീർണിപ്പിക്കും. ഇപ്പം കാലത്തിനടിമയാണ് നമ്മൾ. അവസാനം നമ്മുടെ സൃഷ്ടി അല്ലെങ്കിൽ പാട്ട്, രാക്കിളി, വേദനയും ജീവിതത്തിന്റെ പരിമിതിയും വേദനയും താങ്ങാൻ മനുഷ്യനെ സഹായിക്കുന്ന അന്തിമ മാർഗമാണ്. അത് ഒരു പുതിയ ഒരു ചികിത്സയായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷയായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നു. അതുകൊണ്ട്
ഞാൻ കാണുന്ന ഈ 3 കവിതകളിലെയും ഒരു സന്ദേശമാണ്. അതായത് ജീവിതം മുന്നോട്ട് നീങ്ങുന്നത് വിജയത്തിൻ്റെ തുടർച്ച കൊണ്ടല്ല, ഓർമ്മകളുടെ വേരുകൾ തകർന്ന ജീവിതത്തിലും ഒരു അഭയബോധം, പ്രതീക്ഷ, തകർച്ചയെ പാട്ടാക്കി മാറ്റുന്ന ആ സൃഷ്ടി ശക്തി, ഇവയെല്ലാം കൂടി ചേർക്കലുകൊണ്ടാണ് ജീവിതം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. താങ്ക് യു. അടുത്തായിട്ട് വേറെ ആർക്കെങ്കിലും ഇനിയും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടോ എങ്കിൽ മുന്നോട്ട് വരാം. അല്ലെങ്കിൽ പ്രൊഫസർ ഫിലിപ്പ് കല്ലട ഇതിന് മറുപടി പറയുന്നതായിരിക്കും. പ്രൊഫസർ ഫിലിപ്പ് കല്ലട. ഓക്കെ, 9 പേരുടെ അഭിപ്രായങ്ങൾ കേട്ടു. എല്ലാം വളരെ നന്ദി. വളരെ കവിത പഠിച്ചു എന്നുള്ളതിൽ സന്തോഷം. 1-2 പേര് പറഞ്ഞ സംശയങ്ങൾ ഒന്ന് പറഞ്ഞോട്ടെ. ചേന്നനെ എന്തുകൊണ്ട് ബിജു എന്ന് വിളിച്ചു എന്ന് കളിയാക്കി വന്നു. അത് ഞങ്ങളുടെ നാട്ടിൽ അത് പണ്ടുള്ള ഒരു നിയമമുണ്ട്, 100 വയസ്സ് കഴിയുമ്പോൾ പേര് മാറ്റുക. അപ്പൊ ഇദ്ദേഹത്തിന് 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ് കഴിഞ്ഞ ദിവസമാണ് കടയിലേക്ക് വരുന്നത്. അപ്പം അവിടെ ഇരുന്ന കുട്ടികളെല്ലാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജന്മദിനം കഴിഞ്ഞ ദിവസമായിരുന്നു, 100 വയസ്സായി നമുക്ക് പേര് മാറ്റണം. അപ്പം കുട്ടികളുടെ പേരുണ്ട്, ബിജു എന്നുള്ള പേരുണ്ട്. അങ്ങനെയാണ് ബിജു എന്ന് പറഞ്ഞ് അവർ തമാശ ആക്കിയത്. ഇപ്പോഴും അവിടെ നടക്കുന്ന ഒരു സംഭവമാണ്. 100 വയസ്സ് കഴിയുമ്പോൾ പേര് മാറ്റി ആള് മാറ്റുക. അതാണ് അതിൻ്റെ രസം. മറ്റൊന്ന്, അഭയം തേടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ജീർണിച്ച വീടില് അതൊരു ഭാരതീയ സങ്കല്പമാണ്, ശരീരം മാത്രമല്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടുന്നില്ല, അത് മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെടുന്നു. മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ പുല്ലായിട്ടോ പൂവായിട്ടോ ഒക്കെ മാറി വീണ്ടും ജനിക്കുകയാണ് ഇവിടെ. അങ്ങനെ എൻ്റെ ഈ വീട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് മറ്റൊരിടത്ത് അഭയം തേടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഒന്ന് കണ്ടത്. രണ്ടാമത് പറഞ്ഞത് ഇത് ചിത്രതടമാണെന്ന് പറയുന്നത് തച്ചാരെ പറഞ്ഞു. ഈ മനുഷ്യനെല്ലാം ഈ ജീവിതം കഴിയുമ്പോൾ ജീർണിച്ച് വീടാണല്ലോ നമ്മുടെ ശരീരം. ഈ ശരീരം നമ്മൾ ഉപേക്ഷിക്കും ഒരു ദിവസം. കാരണം വീട് പൊളിഞ്ഞ് താഴെ വീഴും. വീട് പൊളിഞ്ഞ് താഴെ വീഴുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീടിനകത്തെ നമ്മളുണ്ടല്ലോ, നമ്മളെന്ന് പറഞ്ഞ വീടല്ല, ഈ ശരീരമല്ല നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, ആ ആത്മാവ്, ആ ശക്തി, അതിന് നാശമില്ല. അതില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. കാരണം അതാണ് അതിൻ്റെ സത്യം. അത് ഭാരതത്തിലാണെങ്കിലും ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ വീടിനുള്ളിൽ, ഈ ശരീരത്തിനുള്ളിൽ മനുഷ്യൻ്റെ, ഞാനീ സംസാരിക്കുന്നതൊക്കെ ശരീരമല്ല, ശരീരത്തിന് ഒരു ഉപകരണം എന്നേ ഉള്ളൂ. സംസാരിക്കുന്ന അകത്ത് മനുഷ്യനാണ്, ആത്മാവാണ്. ആ ജീവൻ, ആത്മാവ് ഇത് കഴിയുമ്പോൾ മറ്റൊരിടത്ത് പോകുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പലരും സംശയം പറഞ്ഞു. യേശുക്രിസ്തു വീടുണ്ടാക്കാൻ പോയി എന്നുള്ളത് ബൈബിളിലെ ഒരു കാര്യമാണ്. ആ വീടാണോ ഏത് വീടാണോ എവിടെയാണെങ്കിലും നമുക്ക് മറ്റൊരിടത്ത് ഒരു വീടുണ്ടാവും. അതുകൊണ്ട് ഇവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ചിന്തയാണ് അഭയം കിട്ടും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. മറ്റൊന്ന്, ഈ വീട് വളരെ മോശമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഓട്ടയടച്ചും കണ്ണും പോയി, ചെവിയും പോയി, പല്ലും പോയി, എല്ലാം നമ്മൾ മിനുക്കി കൊണ്ടു നടക്കുകയാണ്. ഈ മിനുക്കി കൊണ്ട് നടക്കുമ്പോൾ ഇത് ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം എന്താ? അവസാനം വരെ നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താ? അതാണ് അവിടെ പറഞ്ഞത്, ഈ വീട് എനിക്ക് സങ്കേതമായി, എന്നെ വിദ്യാഭ്യാസമുള്ളവനാക്കി, സംസ്കാരമുള്ളവനാക്കി, മറ്റുള്ളവരുമായ സ്നേഹിതന്മാരാക്കി, ഈ ലോകത്ത് ഈ ലാസ്റ്റ് നിമിഷം വരെയും എന്നെ കൊണ്ടു നടന്നത് ഈ കണ്ണുകൊണ്ടുള്ള ഈ വീടാണ്. ഈ വീടിനുള്ളാണല്ലോ ആത്മാവ് നിലനിന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഉള്ള സന്തോഷം. എന്നാൽ എനിക്കൊരു ഇമ്പമുണ്ടെന്ന് പറയുന്ന ആ ഇമ്പമാണ്. ഇത്രയും കാലം എന്നെ ഈ ലോകത്തിലൂടെ ഇത്രയും നടത്തി ഉന്തിത്തള്ളി ഇവിടെയൊക്കെ ആക്കിയത് ഈ വീടാണ്. വീട് പൊളിയാറായി കാണാതിരിക്കും, പക്ഷെ പൊളിയുന്ന അന്ന് വരെയും അതിനെ നടത്തുന്നു എന്നുള്ള സന്തോഷം ലോകത്തിലെ സകല മനുഷ്യർക്കുണ്ട്. അത് ആരും പറയുന്നില്ലെങ്കിൽ അത് സത്യമാണ്. എത്ര വേദനയാണ്, കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ജീവിതം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണം ഈ സങ്കേതമായിട്ടിരുന്ന ഈ വീടാണ്. ആ വീട് ജീർണിച്ച വീടായി കാണുന്ന അതിനെയാണ്. ഈ രണ്ട് സംശയങ്ങൾ
ആണ് അവിടെ പറഞ്ഞത്. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, രാക്കിളിക്ക് കണ്ണ് കാണുമോ എന്നൊരു സംശയം ചോദിച്ചു. കണ്ണ് കാണാത്ത ഒരുപാട് പക്ഷികളുണ്ട് പകല്. നരിച്ചീറിന് കണ്ണ് കാണുമോ പകല്? ഒരുപാട് നമുക്കറിയാവുന്ന പക്ഷികളില്ലേ. രാക്കിളി ഒരിക്കലും സഞ്ചരിക്കാത്തതിന് കാരണം കണ്ണ് കാണാത്തത് കൊണ്ടാണ് നമ്മൾ സങ്കല്പിക്കുകയാണ്, ആയിരിക്കും മിക്കവാറും. അതെപ്പോഴും സന്ധ്യ കഴിയുമ്പോൾ പറക്കാൻ തുടങ്ങും ആകാശത്തിലൂടെ. എവിടെയോ ഇരിക്കുന്ന പക്ഷി ലോകം ആകാശത്തിലൂടെ ഇങ്ങനെ രാത്രി മുഴുവൻ പറന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് അത് കീക്കുന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നു. ആ ശബ്ദമാണ് രാക്കിളിയുടെ പാട്ടായിട്ട് നാം സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് കണ്ണ് കാണാത്തത് പകലാണ്, രാത്രി അതിന് കണ്ണ് കാണും. പകല് കണ്ണ് കാണാത്ത പല പക്ഷികളുണ്ട്, രാത്രി കണ്ണ് കാണും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള രാക്കിളി മനുഷ്യജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണത്. മനുഷ്യനും പലപ്പോഴും പുത്തൻകുരി സാർ പറഞ്ഞ പോലെ ഇതൊരു കണ്ണ് കാണാത്ത മനുഷ്യരില്ലേ പകല് ചില സമയത്ത് നമ്മൾ പലപ്പോഴും കാണുന്നില്ല, കണ്ണുണ്ടായിട്ടും കാണാതെ ബഹളം ഉണ്ടാക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. തനിക്ക് കണ്ണില്ല, തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്നുള്ള വിഷമമായിരിക്കും ചിലപ്പം എപ്പോഴും സംസാരിച്ച് ചീത്ത വിളിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യർക്ക്. അറിയാൻ പാടില്ലാത്തപ്പോൾ കുറ്റം പറയാൻ തോന്നുന്നു, പക്ഷേ മനസ്സിലാക്കുക മനസ്സിലാവും, ഒരിക്കലും കുറ്റം പറയരുത്. കാരണം അവരുടെ മാനസികാവസ്ഥ ആ രീതിയിലുള്ളതാണ്. കണ്ണ് കാണാൻ പാടില്ലാത്ത രാക്കിളിയെ പോലുള്ള അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യരെയും നമുക്ക് കുറ്റം പറയാൻ അവകാശമില്ല. ഈ സംഗതികളൊക്കെ നിങ്ങൾ ഓരോരുത്തരും കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ നന്ദി, ആശംസകൾ. താങ്ക് യു. നന്ദി പ്രൊഫസർ കല്ലട. പക്ഷേ സയൻറ്റിഫിക്കലി nightingales can see during the day. That's a scientific fact. Though they sing in the night, during the day also they do foraging. അതായത് സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്. വിക്കിപീഡിയയിലും എൻസൈക്ലോപീഡിയ ഞാൻ നോക്കി, അപ്പം അതിൻ്റെ ബേസിലാണ്. പക്ഷെ അത് നമ്മുടെ ഒരു ധാരണയാണ്. അത് ഈ കവിതയെ അത് മാറ്റുന്നില്ല, കവിതയുടെ സങ്കല്പത്തെ മാറ്റുന്നില്ല. പുതുപ്പള്ളിയുള്ള രാക്കിളിക്ക് കണ്ണ് കാണത്തില്ല. മാറ്റിയാൽ മതി, പ്രശ്നം തീരും. രാക്കുളി രാജസദസ് എന്നും പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. 2 സിനിമ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒന്ന് രാക്കുളി പാട്ട്, ഒരു സിനിമ എപ്പോഴിറങ്ങിയെന്ന് ഓർമ്മയില്ല. പിന്നെ ഒന്ന് രാക്കുളി രാജസദസ്, അങ്ങനെ രാക്കുയിലിൻ രാജസദസ്. അത് തന്നെ, രാക്കുളി രാജസദസ്. അത് രണ്ടും രണ്ടാണ്. രാക്കുളി എന്ന് പറയുന്ന ഒരു ആചാരമാണ്. ഓ, അത് രാക്കുളി പെരുന്നാള് പാലായില് പ്രസിദ്ധമാണ്, രാക്കുളി പെരുന്നാള്. അതെ, രാക്കുളിയല്ല, രാക്കിളിയാണ്. കിളി, ഇത് രാക്കിളിയാ, കിളി. അപ്പൊ രാക്കുയില് വേറെയാണ് അല്ലേ? രാക്കുയില് വേറെ, രാക്കിളി വേറെ അല്ലെ? ഒന്ന് തന്നെയാണോ? ഇന്നത്തെ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത ശ്രീ പുത്തൻകുരിശ്. ഞാന് ആദ്യമായിട്ട് ആകസ്മികമായിട്ടാണെങ്കിലും അമേരിക്കയിലെ ഒരു പ്രശസ്ത കവയിത്രിയും മനോഹരമായി കവിതകൾ എഴുതുന്ന ശ്രീമതി എൽസി യോഹന്നാൻ ശങ്കരത്തിന് ആകസ്മികമായിട്ടാണെങ്കിലും മലയാളം സൊസൈറ്റിയിൽ വന്നത് സന്തോഷകരമായ ഒന്നാണ്. അവരോടുള്ള നന്ദി, വളരെ മലയാളം സൊസൈറ്റിയുടെ നന്ദി ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ എനിക്കൊന്നൊരു 30-35 വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിക്കരോട്ടിൻ്റെ കയ്യിലൊരു പുസ്തകം ഉണ്ടായിരുന്നു അവരുടെ, അതാണ് വായിക്കുന്നത്. ഗീതാഞ്ജലിയുടെ പരിഭാഷ മനോഹരമായിട്ട് നിർവഹിച്ചു. അത് ഈ അടുത്തിടയ്ക്ക് ഷി അഗെയിൻ പബ്ലിഷ്ഡ് ഇൻ ഈ മലയാളി. ഞാൻ എപ്പോഴും അവരുടെ കവിത വായിക്കുന്നതാണ്. കാര്യം വളരെ വൃത്തഭംഗിയോടുകൂടിയും മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചും കവിതയെ വളരെ സ്ഫുടമായും വ്യക്തമായിട്ടും ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു കവയത്രിയാണ്. ഞാൻ എന്നും വായിക്കും, ഞാൻ ഒരിക്കലും വിട്ടുകളയാറില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആസ്വദിക്കാറുണ്ട്, കാണാറുണ്ട്. ഞാൻ മണ്ണിക്കരോട്ടിന്റെ അടുത്ത് നിന്നാണ് ആദ്യമായിട്ട് 35 എത്ര വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ആ കവിത എഴുതിയത്. രംഗത്ത് വന്നിട്ടുണ്ട്, ചോദിക്കാമല്ലോ. അത് എത്ര വർഷം മുമ്പാണ് കവിത നമ്മുടെ ടാഗോറിന്റെ ഗീതാഞ്ജലി പരിഭാഷപ്പെടുത്തിയ ഒരു പുസ്തകം ഞാൻ മണ്ണിക്കരോട്ടിന്റെ അടുത്ത് നിന്നെടുത്ത് വായിച്ചായിരുന്നു പണ്ട്. അതെന്താ ചെയ്തത്?
2001 2001 അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഏം, ഇദ്ദേഹത്തിന്റെ നമ്മുടെ ശങ്കരക്കുറുപ്പ് ട്രാൻസ്ലേറ്റ് ചെയ്ത കവിതയൊക്കെ ഹൃദ്യസ്ഥമാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു സമയത്താണ് അത് കണ്ടത്. അതായത് ഞാനറിവില്ല ഭവാന്റെ മോഹനഗാനാലപന ശൈലി, നിഭൃതം ഞാനത് കേൾപ്പു സതതം നിതാന്ത വിസ്മയശാലി, ഉദയദ്ഗാന പ്രകാശകലയിൽ ഉജ്ജ്വല ശോഭം ഭുവനം, അലതല്ലിടുകയാണതിഗഗനം വായുവിലീസര ചലനം, അലിയിക്കുന്നു സിരകളെ ഈശ്വര ഗംഗാ സരവസഗമനം, പാടണമെന്നുണ്ട് ഈ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാലിട്ട് പദം വരുന്നില്ലല്ലോ, പ്രാണനുറക്കെ കേണിടുന്നു പ്രഭോപരാജിനിലയിൽ, നിബദ്ധനിക ഞാൻ നിൻഗാനത്തിൻ നിതാന്തമാകിയ വലയിൽ. ഇത് എൻ്റെ ഒരു നീസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. ഞാനത് അന്ന് ഇവിടുന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് അതെടുത്ത് വായിച്ച് അത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ ഹൃദയസ്ഥമാക്കി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മണ്ണിക്കരോട്ട് എനിക്ക് പുസ്തകം തന്നത്, ഗീതാഞ്ജലി എന്ന് പറഞ്ഞത്. പിന്നെ ഈ മലയാളി വരുന്നതൊക്കെ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഞാൻ മലയാളം സൊസൈറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവർ സഹോദരനും സഹോദരിയും കവികളാണെന്നുള്ളതിൽ ഏറ്റവും അഭിമാനകരമായ സംഗതിയാണ്. മലയാള ഭാഷയ്ക്ക് നൽകുന്ന തീർച്ചയായിട്ടും നിങ്ങളുടെ സംഭാവനകൾ അഭിനന്ദനവും അർഹിക്കുന്നതാണ്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ ഇവിടെ എന്തെഴുതിയാലും അതിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർ എഴുതുന്ന ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. എനിഹാ, താങ്ക് യു ഫോർ ഷോയിങ് അപ്പ്. ഞങ്ങളുടെ മലയാളം സൊസൈറ്റിയിലെ മീറ്റിങ്ങുകളിൽ വന്ന് ഇതിനെ ധന്യമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹലോ, താങ്ക് യു മണ്ണിക്കർ, താങ്ക് യു പുത്തൻകുരിശ്, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നത് കല്ലട സാറിനാണ്. അദ്ദേഹം മലയാള ഭാഷയിൽ മാത്രമല്ല, അദ്ദേഹത്തിന് ഫിലോസഫിയിലും അതുപോലെ തന്നെ മറ്റ് ഏത് വിഷയങ്ങളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 2-3 മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഒക്കെ മലയാള ഭാഷ. അപ്പം അദ്ദേഹം ഈ 3 കവിതകള് ഇവിടെ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് അവതരിപ്പിക്കാമെന്ന് കേൾക്കുകയും അത് അവതരിപ്പിച്ചതിന് ഉള്ള നന്ദി ഞാൻ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ മോഡറേറ്ററായിട്ട് കൃത്യം നിർവഹിച്ച ഡോക്ടർ ജോസഫ് പൊന്നേലി, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ് കമ്പ്യൂട്ടർ സയൻസിനകത്ത്. അദ്ദേഹത്തിനും യാതൊരു സങ്കോചവും ഇല്ലാതെ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനോടുള്ള നന്ദിയും ഞാൻ അവതരിപ്പിക്കുന്നു. പിന്നെ നമുക്ക് എന്നും ഈ പ്ലാറ്റ്ഫോം തയ്യാറാക്കി അതിൻ്റെ എല്ലാം വളരെ ഭംഗിയായിട്ട് അവതരണവും എല്ലാം ചെയ്യുന്ന ശ്രീ AC ജോർജിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മണ്ണിക്കരോട്ടിനെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് വരണമെന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞു എൻ്റെ വാക്കുകൾ ഇപ്പോഴൊക്കെ അത്ര വ്യക്തമല്ലാത്തത് കൊണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് ഖേദമുണ്ട്. എങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് മോഡേൺ മലയാളം ലിറ്ററേച്ചർ അങ്ങനെ നിർവഹിച്ച് കിട്ടിയതിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമുണ്ട്. അതും എന്നോട് അദ്ദേഹം ഷെയർ ചെയ്യുകയും അദ്ദേഹം അങ്ങനെ ഒരു സംരംഭത്തിൽ ഏർപ്പെടുത്തി അതിലൂടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഞാൻ അതിൽ കൂടെ കയറുന്നു പോയപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പലരുടെയും പേരുകളുണ്ട് അതിനകത്ത്. AC ജോർജ് ഉണ്ട്, രാജു തോമസ് ഉണ്ട്, പൊന്നുപിള്ളയുണ്ട്, അങ്ങനെ അവരെ എല്ലാവരെയും. അപ്പം ഞാൻ അന്നേരം ഓർക്കുകയും ചെയ്തു, പണ്ട് ചങ്ങമ്പുഴയ്ക്ക് വേണ്ടി ഐ തിങ്ക് ചങ്ങമ്പുഴ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടന്റ് ഓഫീസിൻ്റെ മാനേജർ അദ്ദേഹത്തിന് അന്നത്തെ ധ്വരയുടെ അടുത്ത് ചെന്നു, അദ്ദേഹത്തെ കാണാനായിട്ട് ചങ്ങമ്പുഴ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ ബാലകൃഷ്ണൻ ചോദിച്ചു, ഞാനിത് വായിച്ചിട്ടുണ്ട് രമണൻ, അത് എഴുതിയത് നിങ്ങളുടെ അച്ഛനാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അല്ല, ഞാൻ അങ്ങയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു എളിയ ക്ലർക്കാണ്, ഞാൻ തന്നെ എഴുതിയെന്ന് പറയും. അപ്പം അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷെ ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് എൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ ഇടപ്പള്ളിയിൽ കഴിയുന്നത്, എനിക്ക് എങ്ങനെങ്കിലും ഒരു സ്ഥലം മാറ്റം സംഘടിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ അയാളുടെ ഓഫീസർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനായ ഒരു ദ്വരയാണ്.
അദ്ദേഹം ചെന്ന് കണ്ടു കഴിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ പലരും ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ സ്ഥലമാറ്റം കൊടുക്കാൻ പോയാൽ അതിനും അർഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, നമ്മളൊക്കെ കാലശേഷം നമ്മളെ ആരും ഓർക്കാറില്ല, പക്ഷെ ഇദ്ദേഹം മരണശേഷവും ഓർക്കപ്പെടാൻ പോകുന്ന ഒരു കവിയാണ്. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അല്പനേരം നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, യു പ്രോസസ് ദ പേപ്പർ വർക്ക്. അങ്ങനെയാണ് അദ്ദേഹത്തിനെ കൊച്ചിയിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പുസ്തകം കണ്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പലരും മണിക്കരോട്ടിന്റെയും നമ്മുടെയും കാലശേഷം അമേരിക്കയിൽ എവിടെയും ഇത് ലൈബ്രറികളിലും അവിടെ ഇവിടെയൊക്കെ ഇംഗ്ലീഷ് വേർഷൻ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനവും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ നമ്മുടെ കാലശേഷവും ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഇവിടെ ജീവിച്ചിരുന്നു, അവരെന്തൊക്കെയോ എഴുതിയിരുന്നു, സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ള ആ സദ്വർത്തമാനം ഇത്തരം പുസ്തകങ്ങളിൽ കൂടി എത്തുമെന്നുള്ളത് നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാവുന്നതാണ്. സോ ദാറ്റ് ഇസ് വൺ ഗുഡ് തിങ്. ഇവിടെ ഇരിക്കുന്ന ഇതിനകത്ത് ഇരിക്കുന്ന പലരെയും 1960 തുടങ്ങിയുള്ള ചരിത്രങ്ങൾ അദ്ദേഹം ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് തുടങ്ങിയുള്ളവർ, ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാലും മതിയാകുകയില്ല. അത് ഞാനിവിടെ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരും, അത് നമ്മുടെ മലയാള സൊസൈറ്റിയെ സജീവമാക്കി കഴിഞ്ഞ 30 വർഷമായിട്ട് നിലനിർത്തുന്നവരാണ് ഇവരൊക്കെ. നിങ്ങൾ നൽകുന്ന കോൺട്രിബ്യൂഷൻ, നിങ്ങളുടെ സാന്നിധ്യം, അതും വിലമതിക്കാനാവാത്ത ഒന്നാണ്. അതിനുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഫിലിപ്പ് സാർ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഒന്ന്, ഈ രാക്കിളിക്ക് കണ്ണ് കാണുകയാണെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ നിശാഗന്ധി പുഷ്പമാണ്. അത് നമുക്കറിയാം, സൂര്യന്റെ രശ്മി കൊണ്ടാണ് ഈ നിശാഗന്ധി പുഷ്പം രാത്രിയിൽ വിടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നത്. അതിന് സൂര്യപ്രകാശം വേണ്ട. മിക്ക പുഷ്പങ്ങൾക്കും പകൽ സൂര്യപ്രകാശം ഏറ്റാലേ അത് വിടരുള്ളൂ. പക്ഷെ ഈ നിശാഗന്ധിക്ക് രാത്രിയിലാണ് അത് വിടരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്രകൃതിയുടെ